അപ്പോൾ രക്ഷിക്കപ്പെടാനുള്ളവരുടെ ജീവിതത്തിനകത്ത് സഹായിക്കാനുള്ള സേവകാത്മാക്കളാണ്. അതായത് നമ്മെ സേവിക്കാൻ വേണ്ടി, മനുഷ്യനെ പല മേഖലകളിൽ മനുഷ്യനെ ശുശ്രൂഷിക്കാൻ, മനുഷ്യനെ സഹായിപ്പാൻ, പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഒക്കെ ഉള്ള വ്യക്തികളാണ് ഏഞ്ചൽസ് എന്ന് പറയുന്നത്. രക്ഷിക്കപ്പെടാനുള്ളവർക്ക് ദൈവം അയച്ചിരിക്കുന്ന സേവകാത്മാക്കൾ. സേവകന്മാരെന്ന് പറഞ്ഞാൽ എന്താണ്? ജോലിക്കാർ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മളെ ദൈവം വച്ചിരിക്കുന്നത് ദൂതന്മാരെക്കാളും പ്രാധാന്യമായിട്ടാണ് ദൈവം നമുക്ക് സ്ഥാനം തന്നിരിക്കുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ശുശ്രൂഷയിൽ, നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ കൽപ്പിച്ചാൽ ദൂതന്മാർ വരും. നമുക്കതിനുള്ള അധികാരം ദൈവം തന്നിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഒരിക്കൽ സാധു കൊച്ചു ഉപദേശിയാണെന്ന് തോന്നുന്നു, ഏതൊരു അഭിഷിക്തൻ ഒരു വലിയ വാഴക്കൊല ഇങ്ങനെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിരുന്നു. എന്നാൽ അത് ആരോ മോഷ്ടിച്ചുകൊണ്ട് പോയി, ആരോ എടുത്തുകൊണ്ട് പോയി. അദ്ദേഹം വിളിച്ചു പറഞ്ഞു, ഇന്ന് വൈകുന്നേരത്തിനകത്ത് ആ കൊല എന്ത് ചെയ്യണം, എൻ്റെ വീട്ടിൽ തിരിച്ചെത്തിയിരിക്കണം. പക്ഷെ വൈകുന്നേരം ആയപ്പോൾ പുള്ളി വെളിയിൽ ഇറങ്ങി നോക്കിയപ്പോൾ ആ വാഴക്കൊല അവിടെ ഇരിക്കുകയാണ്. ഇതാരും കൊണ്ട്, മനുഷ്യൻ കൊണ്ട് വെച്ചതല്ല, സ്വർഗത്തിൻ്റെ ദൂതന്മാർ നിനക്ക് വേണ്ടി ഇറങ്ങും. ഇന്ന് ഈ ദൈവത്തിൻ്റെ വചനം നിങ്ങൾ കേൾക്കുന്ന സമയത്ത്, വർഷങ്ങൾക്ക് മുമ്പ് നെടുമങ്ങാട് ചർച്ചിനകത്ത് ഒരിക്കൽ ഏഞ്ചൽസിനെ കുറിച്ച് പ്രസംഗിക്കാനിടയായി. അന്ന് മടങ്ങിപ്പോയ പലരുടെയും ലൈഫിൽ അത് വെളിപ്പെടാനിടയായി. മടങ്ങിപ്പോയ പലരുടെയും ഭവനത്തിൽ, കുടുംബങ്ങളിൽ, വ്യക്തിപരമായ ജീവിതത്തിനകത്ത് ദൂതന്മാരെ അവരെ താങ്ങി എടുത്തുകൊണ്ട് പോകുന്നത് പോലെ പല അപകടങ്ങളിൽ നിന്ന് അവരെ വിടുവിച്ചതായ സാക്ഷ്യങ്ങൾ കേൾക്കാനിടയായി. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ ദിവസം ഈ ദൈവത്തിന് വചനം അത് വളരെ ആവേശകരമായ വലിയൊരു മെസ്സേജ് ആയിരിക്കണമെന്നില്ല, ഒരു ടീച്ചിങ് പോലെ ആയിരിക്കാം. പക്ഷേ ഇന്ന് ഇത് ദൈവവചനം പറയുമ്പോൾ ചില ഏഞ്ചൽസ് അത് അൺലോക്കായി, അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ആകാതെ, നമുക്കെപ്പോഴും ഒരു ദൂതനെ ആക്റ്റീവാക്കാൻ പറ്റും. നമ്മളത് ആക്റ്റീവ് ആക്കിയാൽ മാത്രമേ ആക്റ്റീവ് ആകത്തുള്ളൂ. നമ്മൾ അറിയാതിരുന്നാൽ നമ്മളത് ആക്റ്റീവ് ആകത്തില്ല. ഓരോ മനുഷ്യനും, ഓരോ വ്യക്തിക്കും ദൈവം ഒരു ഏഞ്ചലിനെ വിട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ഓരോ ശുശ്രൂഷകന്മാരുടെ ജീവിതത്തിൽ അടുത്ത സീസണിൽ കയറുന്നത്, ഓരോ വ്യക്തിയുടെ ജീവിതത്തിനകത്ത്, വാഗ്ദത്തമുള്ളവൻ്റെ ജീവിതത്തിനകത്ത് അടുത്തൊരു സീസണിൽ കയറുന്നത് അവർക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന ഒരു ഏഞ്ചലുണ്ട്. ആ ഏഞ്ചലിനെ കണ്ടുമുട്ടുമ്പോഴാണ്, ആ ഏഞ്ചൽ ആരാണെന്ന് അറിയുമ്പോഴാണ്. ഹല്ലേലൂയ. ആ ഏഞ്ചലിനെ നിൻ്റെ ലൈഫിൽ ദൈവം അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്ന ഒരു ഏഞ്ചലുണ്ട്. ഹല്ലേലൂയ. ഇത് നീ മനസ്സിലാക്കണം. ഇത് നമ്മൾ നിങ്ങൾ ഓരോരുത്തരുടെ ലൈഫിൽ ഓരോ ലെവലിൽ ഉള്ള ഏഞ്ചൽസ് ഉണ്ട്. ആ ഏഞ്ചൽസ് ആരാണെന്നും ആ ഏഞ്ചൽസിൻ്റെ പേരെന്താണെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റും. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ പേര്, നിങ്ങൾക്ക് അപ്പനും അമ്മയും ഇട്ട ഒരു പേരുണ്ട്, പക്ഷേ സ്വർഗത്തിൽ ദൈവം നിങ്ങൾക്ക് വെച്ചിരിക്കുന്ന ഒരു പേരുമുണ്ട്. ഹല്ലേലൂയ. ഇത് സാധാരണ ആൾക്കാർക്ക് മനസ്സിലാകണ ഒരു സംഭവം അല്ല ഞാൻ പറയുന്നത്. സാധാരണ ഒരു സ്പിരിച്വൽ ലെവലിൽ നിൽക്കുന്നവർക്ക് എത്രത്തോളം ഇത് മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ നിങ്ങൾ ആ ഒരു ഹയർ ലെവലോട്ട് കയറുകയാണെങ്കിൽ ചില വ്യക്തികൾക്ക് മനസ്സിലാക്കാൻ വഴിയുണ്ട്, ചിലരിൽ നിന്ന് പിടിച്ചെടുക്കാൻ വഴിയുണ്ട്. എന്നാൽ എനിക്ക് വേണ്ടിയാണ് ഇത് പറയുന്നത്. ഹല്ലേലൂയ. നിങ്ങൾക്ക് വെളിപ്പാടുള്ളവർക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റും. അത് നിങ്ങൾ അതിനകത്ത് കയറാൻ സാധിക്കും. ഹല്ലേലൂയ. എല്ലാ വ്യക്തികൾക്കും ഒരു സ്പിരിച്വൽ വേൾഡിൽ ഒരു പേര് ദൈവം വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അതുപോലെ എല്ലാ വ്യക്തികൾക്കും ഒരു ഏഞ്ചൽ അവർക്കായി ദൈവം അപ്പോയിൻ്റ് ചെയ്തിട്ടുണ്ട്. അതിനെ തിരിച്ചറിയുന്ന വ്യക്തികൾ അതുമായിട്ട് എൻകൗണ്ടർ സംഭവിക്കുമ്പോൾ അവരുടെ മിനിസ്ട്രി ചേഞ്ച് ആവും, അവരുടെ ലെവല് മാറും, അവരുടെ സ്ഥിതി മാറും, അവർ അടുത്ത സീസണിൽ കയറാനിടയാണ്. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പ്രധാനമായിട്ടും നമുക്കറിയാം, നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട ഗബ്രിയേൽ എന്ന് പറയുന്നൊരു ദൂതനാണ് ഇവിടെ ഇറങ്ങിയത്. മറിയയുടെ മുമ്പിൽ ഇറങ്ങി. ഒരിക്കലും അസാധ്യമായ, എത്രയോ നൂറ്റാണ്ടുകളായി, ആയിരക്കണക്കിന് വർഷങ്ങളായി ഒരു വാഗ്ദത്ത സന്തതി ഉണ്ടാകുമെന്ന് മാനവരാശി മുഴുവനും കാത്തിരുന്നപ്പോൾ അത് സംഭവിക്കാൻ ലേറ്റായി. അതിനുവേണ്ടി കാത്തിരിക്കുന്ന ലോകമുണ്ട്. അതിൻ്റെ വെളിപ്പാടുള്ളവർ പുരോഹിതന്മാരാണ്, പരീശന്മാരും സദൂക്യരും. ഇവരെല്ലാം ന്യായപ്രമാണവും കാര്യങ്ങളൊക്കെ വായിച്ച് അതിനെക്കുറിച്ച് ഇങ്ങനെ കാത്തിരിക്കുന്ന മശീഹയുടെ വരവിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇറങ്ങിയതൊരു സാധാരണ വീട്ടിൽ, കുടുംബത്തിനകത്തുള്ള ഒരു സാധാരണ സ്ത്രീയുടെ മുമ്പിലാണ്. ഹല്ലേലൂയ.
ആ സ്ത്രീ തൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ രാവും പകലും അവളുടെ ആ വിവാഹം അടുത്തിരിക്കുന്നു, വിവാഹം നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന സ്ത്രീയാണ്. ആ സ്ത്രീയുടെ ഹൃദയത്തിനകത്ത് മുഴുവനും യോസേഫ് എന്ന് പറയുന്ന തന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന പുരുഷനെ കുറിച്ചുള്ള ചിന്ത മാത്രമാണ്. നമുക്കറിയാം, ഒരു വിവാഹ നിശ്ചയം കഴിഞ്ഞ പുരുഷൻ്റെയും സ്ത്രീയുടെയും ഹൃദയത്തിൽ ഈ ലോകത്തിൽ വേറെ ഒരു ചിന്തയും അപ്പോൾ കാണത്തില്ല, ഒറ്റ ചിന്തയെ കാണത്തുള്ളൂ, എങ്ങനെ ആ വിവാഹ ദിവസത്തെ ഫേസ് ചെയ്യുക. ഹല്ലേലൂയ. ആരാണ് എന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന ആ പുരുഷനെ കുറിച്ചുള്ള ചിന്തയായിരിക്കും കൂടുതൽ, ആ പെൺകുട്ടിയെക്കുറിച്ചുള്ള ചിന്തയായിരിക്കും കൂടുതൽ. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ അപ്രതീക്ഷിതമായി ഒരിക്കലും ചിന്തിക്കാതെ, ഒരിക്കലും നനച്ചിരിക്കാത്ത നാഴികയിൽ ഒരു സ്ത്രീയുടെ ചരിത്രം മാറുകയാണ്. ഹല്ലേലൂയ. എപ്പോഴും ശുശ്രൂഷ അല്ലെങ്കിൽ ആത്മലോകം എന്ന് പറയുന്നത് നീ ചിന്തിക്കുന്ന സമയത്തല്ല പ്രവർത്തിക്കുന്നത്. നീ ചിന്തിക്കാത്ത സമയത്തിൽ, നിന്റെ ഹൃദയത്തിൽ പോലും നീ വിചാരിക്കാത്ത സമയത്ത് അപ്രതീക്ഷിതമായി ഒരു എൻകൗണ്ടർ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോകുന്നു. അപ്രതീക്ഷിതമായി, ഒരു പ്രതീക്ഷയില്ലാതിരിക്കുമ്പോൾ കർത്താവ് പറയുന്നു, നീ ദൈവത്തിന്റെ ദൂതനുമായി ഒരു എൻകൗണ്ടർ നിന്റെ ജീവിതത്തിൽ സംഭവിക്കപ്പെടുവാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തില് ഒരു സാധാരണ സ്ത്രീയുടെ ചരിത്രത്തെ മാറ്റിയത് ഒരു സ്വർഗീയ ദൂതന്റെ ഹാലേലുയായിട്ടുള്ള കണക്ഷനാണെങ്കിൽ, നിനക്കായി ഇന്ന് പകൽ ആത്മലോകത്തിൽ യേശുവിന്റെ നാമത്തിൽ ഇതിനകത്തിരിക്കുന്ന ചില വ്യക്തികളുടെ ജീവിതത്തെ നോക്കി ഞാൻ പ്രവചിക്കുന്നു. ഈ മെസ്സേജ് കേൾക്കുന്ന ഈ വീടുകൾക്കകത്തിരിക്കുന്ന, ആലയങ്ങൾക്കകത്തിരിക്കുന്ന ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഞാൻ പ്രവചിക്കുകയാണ്. ഈ വചനം ഇന്ന് പകൽ ചിലരുടെ അടഞ്ഞ വാതിലുകളെ തുറക്കാൻ, ചിലരുടെ ഗർഭപാത്രങ്ങളെ തുറക്കാൻ, ചിലരുടെ ജോലിയുടെ ഡോറുകളെ തുറക്കാൻ, ചിലർക്ക് അടഞ്ഞുപോയ വഴികളെ തുറക്കാൻ, ചിലർക്ക് രാജ്യങ്ങളുടെ വാതിലുകളെ തുറക്കാൻ, ചിലരുടെ ഫിസിക്കൽ ലൈഫിൽ ചില ഡെലിവറൻസ് ഉണ്ടാകാൻ നീ വചനം കേൾക്കുമ്പോൾ ഏഞ്ചൽസ് നിന്നെ തൊടാൻ പോയ, ദൂതന്മാർ നിന്നെ തൊടാൻ പോകുന്നു. ദൂതന്മാർ നിന്റെ വീട്ടിൽ ഇറങ്ങാൻ പോകുന്നു. ദൂതന്മാർ നിന്റെ ലൈഫിൽ വെളിപ്പെടാൻ പോകുന്നു. ദൂതന്മാർ നിന്നെ തൊടാൻ പോയ. Hallelujah, Jesus. Hallelujah. നമുക്ക് നമ്മുടെ ഏഞ്ചൽസിനെ ആക്റ്റീവ് ആക്കാൻ പറ്റും. നിങ്ങൾക്കത് പറ്റും. നിങ്ങളുടെ കരങ്ങളിൽ അഭിഷേകമുണ്ട്. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വന്നിരിക്കും. നിങ്ങൾ എങ്ങനെയാണ് പരിശുദ്ധാത്മാവിനെ ആക്റ്റീവ് ചെയ്യുന്നത്? ഹല്ലേലൂയ. നിങ്ങളൊരു ടോർച്ചും കൊണ്ട് നടക്കുകയാണ്. ഇരുട്ടാണ്. ഇരുട്ടുള്ള സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ടോർച്ച് കയ്യിലെടുത്ത്, പക്ഷേ ആ ടോർച്ച് സ്വിച്ച് ഓൺ ചെയ്യാതെ ആ ടോർച്ചും കൊണ്ട് നടക്കുകയാണെങ്കിൽ ഇരുട്ടത്ത് തപ്പിത്തടഞ്ഞ് നിങ്ങൾ വീഴും. പക്ഷേ ആ ടോർച്ച് സ്വിച്ച് ഓൺ ചെയ്താൽ മാത്രമേ കത്തത്തുള്ളൂ. എന്നതുപോലെയാണ് കർത്താവിൻ്റെ രാജ്യമെന്ന് പറയുന്നത്. ഞാനും നിങ്ങളും നമ്മുടെ സ്വിച്ചുകൾ ഓൺ ചെയ്യണം. നമ്മളത് ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങണം. നമ്മളതിനെ ആക്റ്റീവ് ചെയ്യാൻ തുടങ്ങണം. ആക്ടിവേറ്റ് ആക്കണം. നമ്മളത് ആക്ടിവേറ്റ് ആക്കുമ്പോൾ, ഒരു മൊബൈൽ ഫോണിനകത്ത് പുതിയ സിം ഇടുമ്പോൾ ആ സിമ്മിന് ഇത്ര മണിക്കൂറിനകത്ത് ആക്ടിവേറ്റ് ചെയ്യാം. ഹല്ലേലൂയ. അത് വേണമെങ്കിൽ ആക്ടിവേറ്റ് ചെയ്യാതിരിക്കാം, എത്ര നാൾ വേണമെങ്കിലും അവിടെ ഇരിക്കും. എന്നതുപോലെയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏത് റിലത്തിനകത്തും കയറാൻ പറ്റും. ഈ വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഓരോ വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ അതെല്ലാം നിനക്ക് അനുഭവിക്കാൻ പറ്റും. വീണ്ടും അത് സംഭവിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അത് നീ ആഗ്രഹിച്ചാലേ നടക്കൂ, നീ വിശ്വസിച്ചാലേ നടക്കൂ, നീ പ്രാർത്ഥിച്ചാലേ നടക്കൂ. ആ വിഷയത്തെക്കുറിച്ച് നിനക്കൊരു ചിന്തയും ആഗ്രഹവും ഉണ്ടെങ്കിലേ അത് വെളിപ്പെടുകയുള്ളൂ. നിനക്ക് വേണമെങ്കിൽ സാധാരണ ഒരു ക്രിസ്ത്യാനിയായിട്ട് വന്നിവിടെ ഇരുന്ന് കൈയടിച്ചിട്ട് പോകാം. എനിക്കത് മതി, വരുന്നു, ആരാധിക്കുന്നു, പിന്നെ തിരിച്ചു ചെന്ന് ജോലി ചെയ്യുന്നു, വീണ്ടും അടുത്ത ആഴ്ച വരുന്നു, അങ്ങനെ വേണമെങ്കിൽ പോകാം. പക്ഷേ എന്നാൽ ചിലരുണ്ട് പത്രോസിനെ പോലെയാണ്. കർത്താവ് എനിക്കും ഇതുപോലെ ചെയ്യണം. കർത്താവ് അങ്ങ് ചാടി ഇറങ്ങി ഈ കടലിലൂടെ നടക്കുന്നത് ഞാൻ കാണുന്നു. എനിക്കും അതുപോലെ ഈ കടലിൻ്റെ മുകളിലൂടെ നടക്കണം. എനിക്കും ഇതുപോലെ ഹല്ലേലൂയ രോഗികളെ സൗഖ്യമാക്കണം. എനിക്കും ഇതുപോലെ ഭൂതങ്ങളെ പുറത്താക്കണം. ഇതെങ്ങനെയാണ് നടക്കുന്നത്? എങ്ങനെയാണ് ഞാൻ പ്രാർത്ഥിക്കേണ്ടത്? കർത്താവ് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി വരുമ്പോൾ പത്രോസ് ചോദിച്ചു, ഇതെങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? എനിക്ക് പറഞ്ഞു തരണം, എനിക്ക് പഠിപ്പിച്ചു തരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പത്രോസിനെ പോലെ ചിലരുണ്ട്. അവരെപ്പോഴും അത് നിഷ്ക്രിയരായിട്ടിരിക്കത്തില്ല, അവർ ആക്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അവരെ ദൈവം വിളിച്ചിരിക്കുന്ന വിളിക്കകത്തവര് പുതിയ കാര്യങ്ങളെ അവർ റിസീവ് ചെയ്യാൻ തയ്യാറായിരിക്കും. പുതിയ അഭിഷേകത്തെ, പുതിയ ശുശ്രൂഷകളെ, പുതിയ കൃപാവരങ്ങളെ, പുതിയ അന്യഭാഷകളെ, പുതിയ വെളിപ്പാടുകളെ പ്രാപിക്കാനുള്ള മനസ്സ് നിനക്കുണ്ടെങ്കിൽ മാത്രമേ
നിന്റെ ആത്മീക ജീവിതത്തിൽ പുതിയത് കാണാൻ സാധിക്കത്തുള്ളൂ. യെസ് യെസ്. ഒരു മനുഷ്യന്റെ തലയിൽ കൈവച്ചപ്പോൾ ആ മനുഷ്യൻ മരങ്ങളെ കണ്ടു. പക്ഷേ വീണ്ടും കൈവച്ചപ്പോൾ അവൻ ഹല്ലേലൂയ സ്തോത്രം ദൈവത്തെ കണ്ടു. ഇന്ന് പകൽ ചില കൈവപ്പുകൾ നിന്റെ മേൽ വന്ന് വീഴുമ്പോൾ നിന്റെ അകത്ത് കിടക്കുന്ന അന്യഭാഷകൾ, അകത്ത് വ്യാപരിക്കുന്ന കൃപാവരങ്ങൾ, നിന്റെ അകത്തെ കണ്ണ് തുറന്ന് ഇതുവരെ കാണാത്ത ചില ദൂതന്മാരെ കാണാൻ, ഏഞ്ചൽസിനെ കാണാൻ ചിലരുടെ കണ്ണുകൾ ഇന്ന് പകൽ തുറന്നു വരികയാണ്. യെസ്, ഏഞ്ചലിക്കൽ മിനിസ്ട്രി, ഏഞ്ചൽസ് ചിലരെ തുറന്നു. ഇതിനകത്ത് ദൂതന്മാർ ഓൾറെഡി ഇറങ്ങിക്കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം രാത്രി ഞാൻ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിശക്തമായ പ്രകാശമുള്ള ചില ഏഞ്ചൽസ് ഈ ആലയത്തിനകത്ത് നിൽക്കുന്ന ഒരു കാഴ്ച ദൈവം എന്നെ കാണിച്ചത് കൊണ്ട് ഇന്ന് പകൽ ദൂതന്മാരെ കുറിച്ച്, ഏഞ്ചൽസിനെ കുറിച്ച്, അത് റിയലാണ്. ഈ ആലയത്തിനകത്ത് ഏഞ്ചൽസ് ഉണ്ട്, ദൂതന്മാരുണ്ട്. ഇപ്പോൾ അതുണ്ട്, ഇപ്പോൾ അത് ലൈവായിട്ടുണ്ട്. അത് നിന്നെ തൊടുകയാണ്, അത് നിന്റെ സിസ്റ്റങ്ങളെ മാറ്റുകയാണ്, അത് നിന്റെ കാഴ്ചപ്പാടുകളെ മാറ്റുകയാണ്, അത് നിന്റെ മൈൻഡ് സെറ്റപ്പുകളെ മാറ്റുകയാണ്, അത് നിന്റെ മുമ്പിലുള്ള ശത്രുവിനെ നീക്കം ചെയ്യുക. ഹല്ലേലൂയ, സ്തോത്രം. ഇപ്പോൾ 7 ഏഞ്ചൽസ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ പ്രാധാന്യമുള്ള ഏഞ്ചൽസ് ആണ്. 7 ഏഞ്ചൽസ് ഉണ്ട്. വളരെ 3 എണ്ണം ഉണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 എണ്ണം. അത് കഴിഞ്ഞ് 7, അങ്ങനെ മുന്നോട്ട് 12 ഏഞ്ചൽസ് ഉണ്ട്. അങ്ങനെ ഏഞ്ചൽസിൻ്റെ പല നിലവാരങ്ങളിൽ ഏഞ്ചൽസിൻ്റെ എണ്ണങ്ങൾ വളരെ വർദ്ധിക്കും. എന്നാൽ ഒരു ഏഞ്ചൽ ഇറങ്ങിയപ്പോൾ തന്നെ 1,80,000 പേരെ ഒറ്റയടിക്ക് കൊന്നളൻ. ഒറ്റ ഏഞ്ചൽ ഇറങ്ങിയതുള്ളൂ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മുടെ ലൈഫിൽ, മിനിസ്ട്രിയിൽ, ശുശ്രൂഷയിൽ, ജീവിതത്തിൽ നിങ്ങൾ ആരെയും പേടിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ആരാണെന്ന് ഇതുവരെ നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമ്മൾ ഓർഡിനറി ആയിട്ട് ചിന്തിക്കുകയും നടക്കുകയും ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഒരു പാസ്റ്ററുണ്ട്. അദ്ദേഹം നെയ്യാറ്റിൻകര പോകുന്ന വഴിക്ക് ഒരു വളവുണ്ട്, ഭയങ്കര ഒരു വളവുണ്ട്. അവിടെ സ്ഥിരം ആക്സിഡൻറ്റ് നടക്കും. എല്ലാ ദിവസവും അവിടെ ഒരു ആക്സിഡൻറ്റ് വന്ന്, നിങ്ങൾക്കറിയാം പല സ്ഥലങ്ങളിൽ സ്ഥിരമായ ആക്സിഡൻറ്റുകൾ നടക്കുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ആക്സിഡൻറ്റ് സോൺ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. സ്ഥിരമായിട്ട് ചില റോഡുകളിൽ ചില ബോർഡ് കാണാം, ആക്സിഡൻറ്റ് നടക്കുന്ന സ്ഥലം, സ്ഥിരമായി നടക്കുന്ന സ്ഥലമാണ്. അതിൻ്റെ പുറകിൽ വ്യാപരിക്കുന്നത് ചില പൈശാചിക ശക്തികളാണ്. ഒരു പാസ്റ്റർ ഇങ്ങനെ സ്ഥിരമായി ആക്സിഡൻറ്റ് നടക്കുന്ന സ്ഥലത്തൂടെ വാഹനം ഓടിച്ചു പോയപ്പോൾ പെട്ടെന്ന് ആക്സിഡൻറ്റ് നടക്കുന്ന സ്ഥലത്തെത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ 2 കണ്ണുകൊണ്ട് അദ്ദേഹം നേരിട്ട് കാണുകയാണ്, ഊരിപ്പിടിച്ച വാളുമായി ഒരു ദൂതൻ പറന്നു പോകുന്നു. ഫ്രണ്ടിൽ ഊരിപ്പിടിച്ച വാളുമായി സ്വർഗത്തിലെ ഒരു ദൂതൻ. അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന, അദ്ദേഹത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഗാർഡിയൻ ഏഞ്ചൽസാണ്. എല്ലാ മനുഷ്യനും ഒരു ഗാർഡിയൻ ഏഞ്ചൽ ഉണ്ട്. നിന്നെ അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കുന്ന ഏഞ്ചൽസ്, നിന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കുന്ന ഏഞ്ചൽ. ഹല്ലേലൂയ. നീ വാഹനം ഓടിക്കുമ്പോൾ നിന്റെ കൂടെ സഞ്ചരിക്കുന്ന ദൂതനുണ്ട്, നിനക്ക് കാണാൻ പറ്റുന്നില്ല. എല്ലാ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ രക്ഷിക്കപ്പെടാനുള്ളവന് വേണ്ടി ദൈവം വേർതിരിച്ച് പേര് വിളിച്ച് നിർത്തിയിരിക്കുമ്പോൾ ഞാനും നീ അറിയുന്നില്ല. എന്നാൽ നമ്മൾ പറയും, ഞാൻ മരിക്കേണ്ടവനാണ്, മരിച്ചു പോകേണ്ടതാണ്, എന്റെ ജീവിതത്തിൽ ആക്സിഡന്റിന് തട്ടിപ്പോകേണ്ടതാണ്, ഞാൻ രോഗിയായി കിടന്ന് മരിക്കേണ്ടതാണ്. എന്തുകൊണ്ട് മരിച്ചില്ല? നീ രക്ഷിക്കപ്പെടാനുള്ളവനെന്ന് സ്വർഗം അറിഞ്ഞത് കൊണ്ട് നീ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ നിന്നെ സേവിച്ച്, നിന്നെ വിടുവിച്ച്, നിന്നെ നിത്യതയിൽ രക്ഷയിൽ എത്തിക്കാൻ ചില അപ്പോയിന്റ് ചെയ്ത ദൂതന്മാരുണ്ട്. അത് നീ ജനിക്കുമ്പോഴേ നിന്റെ കൂടെ ഇറങ്ങി വരും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. എന്നാൽ ഒരു സമയമാകുമ്പോൾ രക്ഷയിലേക്ക് ഈ ദൂതനാണ് നമ്മളെ കയറ്റിവിടുന്നത്. അതായത് ദൂതൻ, ഏഞ്ചൽസിന് സ്വർഗത്തിലെ ദൈവം ഒരുപാട് ഏഞ്ചൽസ് ഉണ്ട്. അതിൻ്റെ എല്ലാവരുടെയും ലിസ്റ്റും പേരും കാര്യങ്ങളൊന്നും നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല. നമ്മൾ വളരെ വേഗത്തിൽ ഇമ്പോർട്ടൻ്റായ ചില കാര്യങ്ങൾ പറഞ്ഞ് ചില ഏഞ്ചൽസിനെ റിലീസ് ചെയ്യാൻ പോവുകയാണ്. ഹല്ലേലൂയ. പക്ഷെ ഒന്ന് മനസ്സിലായി, ഒരു ഏഞ്ചലുണ്ട്,
ആ ഏഞ്ചലിൻ്റെ പേരെന്ന് പറയുന്നത്, പിന്നെ ഏഞ്ചലിൻ്റെ പ്രത്യേക ഡ്യൂട്ടി എന്ന് പറയുന്നത് നല്ല ആത്മാക്കളെ, നല്ല സോൾസിനെ നിത്യതയിലേക്ക് കയറ്റുക. നല്ല സോൾസിന്, നല്ല ആത്മാവ്, നല്ല രക്ഷിക്കപ്പെടാനുള്ളവരുടെ ആത്മാവിനെ, രക്ഷിക്കപ്പെടാൻ ദൈവം നിശ്ചയിച്ചവരെ അവരെ രക്ഷയിലേക്ക് നടത്തി കയറ്റി നേരെ അവരെ കൊണ്ടുപോകുന്ന അതിലോട്ട് കയറ്റുന്ന അതൊരു ഡ്യൂട്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ള ഏഞ്ചൽ നമുക്ക് ഓൾറെഡി നമ്മളുടെ അടുക്കൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് നമ്മളെല്ലാം ഇവിടെ കയറിയത്. പക്ഷേ നമ്മൾ അറിഞ്ഞില്ലെന്നേ ഉള്ളൂ. നമ്മളത് അറിഞ്ഞില്ല. ദൈവം നമുക്ക് വേണ്ടി നമ്മൾ ജനിക്കുമ്പോഴേ അപ്പോയിൻ്റ് ചെയ്യും. കാരണം നിങ്ങളറിയാം. അപ്പോൾ ഞാൻ എങ്ങനെയാണ് യേശുവിനെ അറിഞ്ഞ, ഞാനങ്ങ് കർത്താവിനെ ഞാൻ തിരഞ്ഞെടുത്തതാണെന്നൊക്കെ നമ്മൾ പറയും. ഞാൻ ജോലി വിട്ടു, ഞാനത് ചെയ്തു, ഞാനിത് ചെയ്തു, ഞാനങ്ങ് യേശുവിനെ പിടിച്ചു. പക്ഷേ നമ്മളൊന്നും അല്ല ചെയ്തത്. ദൈവം നിനക്ക് വേണ്ടി ദൂതനെ എഴുതി. ആ ദൂതൻ നിൻ്റെ ഹൃദയത്തെ അങ്ങനെ തിരിച്ചു. ദൂതൻ വന്ന് നിൻ്റെ മൈൻഡിനെ അങ്ങ് തിരിച്ചു. കറക്റ്റ് സമയമായപ്പോൾ ആരോ വന്ന് ചെറുതായിട്ട് യേശു എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു കരച്ചിൽ വന്നു. പെട്ടെന്ന് ഹൃദയം മാറി. പെട്ടെന്ന് നമ്മൾ കർത്താവിന് ഹൃദയം കൊടുത്തു. നമ്മൾ കർത്താവ് കറക്റ്റായിട്ടുള്ളൊരു ആലയത്തിലോട്ട് നമ്മളെ ഗൈഡ് ചെയ്ത് കൊണ്ടുവന്ന് ഇരുത്തി. ഹല്ലേലൂയ. പാസ്റ്റേഴ്സിനെ കണക്ട് ചെയ്യുന്നത് ഏഞ്ചലാണ്. സഭകളിലോട്ട് നമ്മളെ നടത്തുന്ന ഏഞ്ചൽസാണ്. നമ്മൾ രക്ഷിക്കപ്പെടാനുള്ള സാഹചര്യം, നമ്മൾ വീട്ടിൽ എത്ര ഇരുന്നാലും നമ്മളെ ടൈം ആകുമ്പോൾ നിർബന്ധിച്ച് ഫോഴ്സ്ഫുള്ളി നമ്മൾ കൊണ്ടുപോയി കൺവെൻഷൻ വേദിക്കകത്ത് കയറ്റുന്നത് ഒരു ദൂതനാണ്. നിങ്ങൾ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ തലയിലൂടെ ഒരു കോരിത്തെരിപ്പും ശരീരത്തിലൊരു കറണ്ട് അടിക്കുന്നത് പോലെ അതൊരു ദൈവത്തിൻ്റെ ദൂതൻ നിന്റെ അടുക്കൽ നിന്ന് തൊടുന്നതാണ്. നീ ഒരു ആലയത്തിനകത്തിരിക്കുമ്പോൾ നിന്റെ ഉച്ചന്തലയിലൂടെ ഒരു തണുപ്പ് അങ്ങോട്ട് ഇറങ്ങി പോകുന്നത് പോലെ, നിന്റെ വീട്ടിനകത്ത് നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ തലയിലൂടെ തണുപ്പരിച്ചു പോകുന്നത് പോലെ, നിന്റെ റൂമിൽ പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ ഷോക്ക് അടിക്കുന്നത് പോലെ തോന്നുന്നത്, ആരോ നിന്നെ തൊടുന്നത് പോലെ തോന്നുന്നത്, നീ പ്രാർത്ഥിക്കാതെ തിരിഞ്ഞു കിടക്കുമ്പോൾ നിന്റെ രാത്രിയിൽ നിന്റെ അടുക്കൽ വന്ന് പെട്ടെന്ന് എഴുന്നേക്കാൻ ഒരു പ്രേരണ തരുന്നത്, പ്രൈസ് ദി ലോർഡ്, പ്രാർത്ഥിക്കാൻ ഒരു പ്രേരണ തരുന്നത്, പെട്ടെന്ന് വചനം ബൈബിൾ എടുത്ത് വായിക്കാൻ ഒരു പ്രേരണ തരുന്നത്, ആലയത്തിൽ പോ എന്ന് പറഞ്ഞ് നിർബന്ധിക്കുന്നത്, സുവിശേഷം പറയാൻ നിർബന്ധിക്കുന്നത്, പ്രൈസ് ദി ലോർഡ്. എല്ലാത്തിന്റെ പുറകിൽ ഇന്ന് പകൽ ഏഞ്ചൽസ് ആണ്. നിനക്ക് അറിയത്തില്ല എന്നുള്ളൂ. നിന്റെ കൂടെ ഒരു ഏഞ്ചൽ ഉണ്ട്. നിന്റെ കൂടെ ഒരു ഏഞ്ചൽ ഉണ്ട്. അത് ഇന്ന് പകൽ നീ തിരിച്ചറിയുമ്പോൾ സ്വർഗം പിതാവ് അയച്ചിട്ട് വന്ന യേശുക്രിസ്തു നമുക്കായി അപ്പോയിന്റ് ചെയ്ത പരിശുദ്ധാത്മാവ് നമുക്കായി വെച്ചിരിക്കുന്ന ഒരു സ്വർഗീയ ദൂതൻ നിന്റെ കൂടെ ഉണ്ട്. ആ ഏഞ്ചലാണ് നിന്നെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്നത്, നിന്നെ ആലയത്തിൽ കൊണ്ടുവരുന്നത്, നിന്നെ ആക്സിഡന്റിൽ പെടാതെ നീ മരിക്കാതെ രക്ഷപ്പെടുത്തുന്നത്, നിന്നെ ഹോസ്പിറ്റലിൽ ദൈവത്തിന്റെ അഭിഷിക്തന്മാരെ അയച്ച് വിസിറ്റ് ചെയ്യുന്നത്. ഞങ്ങൾ കർത്താവിനെ അറിയാൻ കാരണം ഞങ്ങളുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരു പാസ്റ്റർ, ഒരു ഉപദേശി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ദൂതൻ ഇറങ്ങിച്ചെന്ന് പറഞ്ഞു, ഇവിടെ അടുത്ത് ഒരു ഹൈന്ദവ ഫാമിലി ഉണ്ട്, അമ്മയും മക്കളും മരിക്കാൻ വേണ്ടി വിഷം എടുത്തുകൊണ്ടിരിക്കുന്നു, നീ അവിടെ പോയി എൻ്റെ സുവിശേഷം പറയണം. അപ്പോൾ ഒരു ദൂതൻ ഇറങ്ങിയത് കൊണ്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ആ അഭിഷിക്തൻ്റെ മുമ്പിൽ ഒരു ദൂതൻ ഇറങ്ങി, അദ്ദേഹം വന്നു ഞങ്ങളോട് പറഞ്ഞു. അപ്പോൾ അന്ന് വരെ ഞങ്ങളെ കീപ്പ് ചെയ്ത സൂക്ഷിച്ച ദൂതന്മാർ ആക്റ്റീവായി. എന്നിട്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ ചേഞ്ച് ചെയ്തു, ദൈവരാജ്യത്തിലോട്ട് കയറി. ഇതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ, നമ്മൾ ഈ കണ്ണ് തുറന്ന ആത്മാവിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോയി. ഇത് ഇവിടെ തന്നെ ആകാശത്തിലും ഭൂമിയിലും അല്ലാതെ പറന്ന് നിൽക്കുന്ന ദൂതന്മാർ ഇതിനകത്തുണ്ട്. ഇവിടെ പറന്ന് നിൽക്കുക, നിങ്ങളുടെ മുകളിലൊക്കെ പറന്ന് നിൽക്കും. ഹല്ലേലൂയ. നിങ്ങൾ ആത്മാവിൽ കണ്ണ് തുറന്ന് നോക്കിയാൽ, ആത്മീക കണ്ണ് തുറന്നാൽ നിങ്ങൾക്കറിയാം ഇവിടെ വെളിച്ചമുള്ള ഭയങ്കര അസാധാരണമായ ഏഞ്ചൽസ്. ഞങ്ങൾ നെടുമങ്ങാട് വൈകുന്നേരങ്ങളിൽ ഇവിടെയും ഞാൻ വർഷിപ്പ് വൈകുന്നേരങ്ങൾ ഈവനിങ് പ്രത്യേക സ്പെഷ്യൽ മീറ്റിങ്ങുകൾ വയ്ക്കുമ്പോൾ അതിൽ അനുഭവിച്ചിട്ടുണ്ട്. ആൾക്കാർ ദൂതന്മാരെ കണ്ടിട്ടുണ്ട്. നെടുമങ്ങാട് ഞാൻ സ്ഥിരമായിട്ട് വൈകുന്നേരം ഒരു മീറ്റിംഗ് വയ്ക്കുമായിരുന്നു. ആ മീറ്റിങ്ങിനകത്തുള്ള സംഭവം, അവിടെ അന്ന് കൂടി എല്ലാവരും ആത്മാവിൽ മണിക്കൂറുകൾ തറയെ കിടക്കും. ഈ കിടക്കുന്ന ആൾക്കാരെല്ലാം അവരുടെ ശരീരത്തിൽ നിന്ന് ഇറങ്ങി സ്വർഗീയ ദർശനങ്ങൾ കാണും. ആ ദൂതന്മാരുടെ തൂവലുകൾ ആരാധനയുടെ നടുവിൽ വീഴും. ഡസ്റ്റ്, ഗോൾഡൻ ഡസ്റ്റ് വീഴും. അതായത് സ്വർണ്ണ തരികൾ വീണിട്ടുണ്ട്. ദൂതന്മാർ ഇറങ്ങി വരുന്ന സ്ഥലങ്ങളിൽ സ്വർണ്ണ തരികൾ, സ്വർണ്ണ പൊടികൾ നമ്മുടെ ബോഡിയിൽ, ശരീരത്തിൽ, കരങ്ങളിലൊക്കെ ഗോൾഡൻ ഡസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. മുഖത്ത് ഗോൾഡൻ ഡസ്റ്റ് വീഴും. നല്ല ആരാധന വെളിപ്പെട്ടാൽ അവിടെ ഗോൾഡൻ ഡസ്റ്റ് വീഴും. എന്താണെന്നറിയാമോ? ദൂതന്മാർ ഇറങ്ങുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഏഞ്ചൽസ് ഇറങ്ങുമ്പോഴാണ്
വളരെ സാധാരണ രീതിയിൽ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്ന സാധാരണ രീതിയിൽ പോകുന്ന ഒരാരാധന പെട്ടെന്ന് ചേഞ്ച് ആകുന്നത് ഏഞ്ചൽസ് ഇറങ്ങുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ഏഞ്ചൽസ് ഇറങ്ങുമ്പോഴാണ് ഒരു സാധാരണ ഇതിൽ വചനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും, ഒരനക്കവും ആർക്കും കാണത്തില്ല, ഒരു വർഷിപ്പ് നടന്നു ഒരനക്കവും ആർക്കും, പെട്ടെന്ന് ചേഞ്ച് ആവും. അന്തരീക്ഷം മാറുന്നത് ഏഞ്ചൽ ഇറങ്ങും. ഏഞ്ചൽസ് ഇറങ്ങുമ്പോഴാണ് അന്തരീക്ഷം മാറുന്നു. ഏഞ്ചൽസ് ഇറങ്ങുമ്പോൾ ആരാധിക്കാത്തവർ ആരാധിക്കുന്നു. ഏഞ്ചൽസ് ഇറങ്ങുമ്പോൾ അവർ കരയാൻ തുടങ്ങുന്നു. ഏഞ്ചൽസ് ഇറങ്ങുമ്പോൾ ഹൃദയത്തിൽ ഭയമുണ്ടാകുന്നു. ഏഞ്ചൽസ് തൊടുമ്പോൾ ദൈവഭയം ഉണ്ടാകുന്നു. ഏഞ്ചൽസ് ഇറങ്ങുന്ന ഒരു സീസൺ ഈ ദൈവസഭയിൽ ഞാൻ ഏഞ്ചൽസിനെ റിലീസ് ചെയ്യുകയാണ്. ഇനി മുതൽ ഇതിനകത്ത് വരുന്ന സകല ജനങ്ങളും ഏഞ്ചൽസിന്റെ എൻകൗണ്ടറുകൾ സംഭവിക്കപ്പെടുന്ന നിലവാരങ്ങളിൽ ഞാൻ ഓപ്പൺ ആക്കുന്നു, ആക്ടിവേറ്റ് ആക്കുന്നു. ഈ ചർച്ചിലോട്ട് ആക്ടിവേറ്റ് ആക്കുന്നു. വർഷിപ്പ് ഏഞ്ചൽസിനെ ഞാൻ റിലീസ് ചെയ്യുന്നു. ഓ പ്രൊഫറ്റിക്കൽ ഏഞ്ചൽസിനെ ഞാൻ റിലീസ് ചെയ്യുന്നു. റിവൈവൽ ഏഞ്ചൽസിനെ ഞാൻ റിലീസ് ചെയ്യുന്നു. ഹീലിംഗ് ഏഞ്ചൽസിനെ ഞാൻ റിലീസ് ചെയ്യുന്നു. ഓ ഫൈനാൻസ് ഏഞ്ചൽസിനെ ഞാൻ റിലീസ് ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ചിലരുടെ മേൽ അസാധാരണമായ ചില ഏഞ്ചലിക്കൽ മിനിഷികൾ Yes, 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 yes. Hallelujah. റമേൽ എന്ന് പറയുന്ന ഒരു ഏഞ്ചലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒരു ഏഞ്ചലിന്റെ പേരാണ് എന്താണ്? റമിയേൽ. പ്രൈസ് ദി ലോർഡ്. ആ ഏഞ്ചലാണ് നല്ല സോൾസിനെ, അതായത് നല്ല ആത്മാക്കളെ, നിങ്ങളെല്ലാം നല്ല ആത്മാക്കളാണ്, അതായത് നമ്മളെ ഇവിടെ എത്തിച്ചത് ആ ഏഞ്ചലാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിഷൻ കൊടുക്കുന്ന, വിഷൻ വെളിപ്പാട് കൊടുത്ത്, പ്രൈസ് ദി ലോർഡ്, ദർശനം കൊടുത്ത്, സ്വപ്നം കൊടുത്ത്, ഹൃദയത്തിനകത്ത് ചിന്തയിട്ട് ദൈവത്തിലോട്ട് അടുപ്പിച്ച് കൊണ്ടുവന്ന് ഈ ആലയത്തിനകത്ത് കൊണ്ടുവന്ന് രക്ഷിക്കപ്പെടുത്തി സ്നാനപ്പെടുത്തി ദൈവരാജ്യത്തോട് ചേർക്കുന്ന ഒരു ഏഞ്ചൽ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ആ ഏഞ്ചലാണ് നിങ്ങളെ ഇതിനകത്തെച്ചത്. അതായത് ഇപ്പോഴും നിങ്ങളുടെ കൂടെ അത് ഉണ്ടെന്ന് അങ്ങനെ നിൽക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി ഓരോ വ്യക്തികൾക്ക് ദൈവം സ്പെഷ്യലായിട്ട് ചില ഏഞ്ചൽസിനെ വയ്ക്കും. അത് അവരുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ്. ചില ആൾക്കാർക്ക് പ്രാർത്ഥിക്കുന്ന ആൾക്കാരായിരിക്കും, അതിനു വേണ്ടി ഇന്റർസെഷൻ ചെയ്യുന്ന, യുദ്ധം ചെയ്യുന്ന, പ്രാർത്ഥിക്കുന്ന ചില ഏഞ്ചൽസ് ഉണ്ട്. ചില ആൾക്കാർ കണ്ടില്ല, അവർക്ക് എപ്പോഴും പ്രാർത്ഥിക്കണം. ദേശത്തിൻ്റെ ഇടയിൽ നിന്ന് 7-8 മണിക്കൂറൊക്കെ ഒരുമിച്ച് ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കാൻ അവർക്ക് മടി കാണത്തില്ല. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അവരെ കൂടെ നിൽക്കുന്ന ഏഞ്ചല് പ്രാർത്ഥനയുടെ ദേശത്തിൻ്റെ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കാൻ കൃപ കൊടുക്കുന്ന, ധൈര്യം കൊടുക്കുന്ന, വിഷം കൊടുക്കുന്ന, വെളിപ്പാട് കൊടുക്കുന്ന, ദേശാധിപതി ശക്തികളെ വെട്ടാനുള്ള അധികാരമുള്ള, ഊരിപ്പിടിച്ച വാളുള്ള ഒരു ദൂതൻ അവരെ കൂടെ ഉണ്ട്. ആ ദൂതൻ നിൽക്കുന്നത് കൊണ്ടാണ് ഇവർക്ക് ഇരിക്കാൻ പറ്റുന്നത്. ആ ദൂതൻ അവരെ കൂടെ ഉണ്ട്. ഇവർ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ദൂതൻ അവരെ കൂടെ വന്നിരിക്കും. എന്നിട്ട് ഇവരെ കൊണ്ട് പ്രാർത്ഥിക്കുക, അന്യഭാഷകൾ പറയിപ്പിച്ച് 3 മണിക്കൂർ, 2 മണിക്കൂർ, 5 മണിക്കൂറാണ് ഇവർക്ക് ഇരിക്കാൻ. പിന്നെ മടുപ്പ് കാണത്തില്ല. കാരണം ഏഞ്ചൽ ഇവരെ ബലപ്പെടുത്തുകയാണ്. വെള്ളം കുടിക്കണമെന്ന് തോന്നുന്നില്ല, ആഹാരം കഴിക്കണമെന്ന് തോന്നുന്നില്ല. ഇരുന്നാൽ മണിക്കൂറുകൾ ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ഒരു വലിയ താല്പര്യം, ദാഹം, അതാണ് ആ ഏഞ്ചല് ഇന്ന് പകൽ ചിലരെ തൊടുകയാണ്. അങ്ങനെയുള്ള ചില വ്യക്തികളെ ഇതിനകത്തുനിന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ്. ഒരു അസാധാരണമായ പ്രാർത്ഥനയുടെ, പ്രയറിന്റെ, ഹല്ലേലൂയ, ഇന്റർസെക്ഷൻ ചെയ്യുവാൻ. യെസ് 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 യെസ്. റിഭാരാഷധു റിമാനവ ശന്ധരവരക്ഷം ഭാരവരീവ ശന്ധരവരഗത. ഹല്ലേലൂയ ഹല്ലേലൂയ. ആ ഏഞ്ചലിന്റെ പേരാണ് പ്രൈസ് ദി ലോർഡ്, ബറാഖേൽ. എന്താണ്? ആരാണ് പ്രാർത്ഥിക്കുന്നത്? മണിക്കൂറുകൾ പ്രാർത്ഥിച്ചാൽ ഒരു ഫെഡപ്പ് ആകാത്ത എത്ര പേര് ഇതിനകത്തുണ്ട്? ഒരിക്കലും മടുത്തു പോകാതെ പ്രെയർ ചെയ്യുന്നവര്, മണിക്കൂറുകൾ പ്രാർത്ഥിക്കാൻ പറ്റുന്നവര്, ഇന്റർസെക്ഷൻ പ്രയറിന് ഇരിക്കുന്നവര്, അവരെ കൂടെയുള്ള ഏഞ്ചലിന്റെ പേര് ബറാഖേൽ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആ ഏഞ്ചലിന്റെ പേരാണ് ഇന്ന് പകൽ. അത് നിന്റെ കൂടെ ഉണ്ട്. ആ ഏഞ്ചൽ നിന്നെ മറ്റൊരു ലെവലിലോട്ട് ഈ 2024 കൊണ്ടുപോകാൻ പോകുന്നു.
ആ ഏഞ്ചൽ നിന്നെ തൊടുമ്പോൾ നിനക്ക് മണിക്കൂറുകൾ രാജ്യങ്ങൾക്ക് വേണ്ടി, ദേശങ്ങൾക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കാൻ തക്കവണ്ണം ഇപ്പോൾ ചിലരുടെ ലൈഫിൽ ബറാഖേൽ എന്ന് പറയുന്ന ഏഞ്ചലിനെ ഞാൻ ആക്ടിവേറ്റ് ചെയ്യുന്നു. അതിനെ ഞാൻ ആക്ടിവേറ്റ് ചെയ്യുകയാണ്. അത് ഇപ്പോൾ അൺലോക്ക് ചെയ്യുന്നു. അൺലോക്ക് മണിക്കൂറുകൾ ആത്മനിറവിൽ ഇന്റർസെക്ഷൻ പ്രയർ ചെയ്യുന്ന ബറാഖേൽ എന്ന് പറയുന്ന ഏഞ്ചലിനെ ഞാൻ ആക്ടിവേറ്റ് ചെയ്യുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഗബ്രിയേൽ എന്ന് പറയുന്ന മിഖായേൽ, ഗബ്രിയേൽ, റാഫേൽ, ഇതാണ് വളരെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ 3 ഏഞ്ചൽസിൻ്റെ പേരാണ്. മിഖായേൽ, ഗബ്രിയേൽ, റാഫേൽ. ഹല്ലേലൂയ. എന്താണ് ഗബ്രിയേൽ? ഗബ്രിയേൽ മെസ്സഞ്ചർ. ഹല്ലേലൂയ. നമുക്ക് മെസ്സേജുകൾ കൊണ്ട് തരുന്ന, ഒരു ദൂത് തരുന്ന. സെക്കരിയാവ് അതിനകത്ത് നിന്നപ്പോൾ ഒരു ദൂതൻ ഇറങ്ങി, നിനക്കതാ ഒരു തലമുറ ഉണ്ടാകാൻ പോകുന്നു. മറിയയുടെ മുമ്പിൽ ഒരു ദൂതൻ ഇറങ്ങി, ഞാൻ നിനക്ക് ഒരു കന്യ ഗർഭം ധരിച്ച ഒരു തലമുറ ഉണ്ടാകാൻ പോകും. ഗബ്രിയേൽ ദൂതൻ. ആ ദൂതന്റെ പ്രത്യേകത, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാളത്തെ ദിവസത്തേക്ക് ഉള്ളൊരു മെസ്സേജ് നിനക്ക് വേണോ, ഗബ്രിയേൽ നിനക്ക് വേണ്ടി ഇറങ്ങി വരും. ഗബ്രിയേൽ ദൂതന്റെ ഒരു പ്രധാന ദൗത്യം എന്ന് പറയുന്നത് നിനക്ക് മെസ്സേജുകൾ, സ്വർഗത്തിൽ നിന്നുള്ള മെസ്സേജുകൾ നിന്റെ കരങ്ങളിൽ കൊണ്ട് തരുന്ന ദൂതന്റെ പേരാണ് ഗബ്രിയേൽ. ഇന്ന് പകൽ അത് പ്രാർത്ഥിക്കുന്ന ചിലരുടെ ലൈഫിൽ ഗബ്രിയേൽ ഏഞ്ചലിനെ ഞാൻ റിലീസ് ചെയ്യുന്നു. ഹല്ലേലൂയ. നിനക്ക് സ്വർഗത്തിൽ നിന്നും, തുറക്കപ്പെട്ട സ്വർഗത്തിൽ നിന്നും ഇന്ന് പകൽ ആത്മാവിനോട് പറയുകയാണ്, എനിക്ക് ദൈവത്തിൽ നിന്ന് ഒരു മെസ്സേജ് വേണമെന്ന് ആഗ്രഹിക്കുന്ന, ദൈവത്തിന്റെ ശബ്ദം എനിക്ക് കേൾക്കണം എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ചിലരോട് ആത്മാവ് പറയുകയാണ്, ഒരു ഗബ്രിയേൽ ദൂതൻ നിന്റെ ഭവനത്തിൽ ഇറങ്ങട്ടെ. നിനക്ക് ആവശ്യമായ സ്വർഗീയ ദൂത്, നിനക്ക് നാളെ വരാൻ പോകുന്ന കാര്യം, നിനക്ക് ജനിക്കാൻ പോകുന്ന കാര്യം, നിനക്കൊരു തലമുറ ഉണ്ടാകാൻ പോകുന്ന കാര്യം, നിനക്കൊരു ജോലി കിട്ടാൻ പോകുന്ന കാര്യം, നിന്റെ ഭവനത്തിനകത്ത് അടുത്ത സീസണിൽ വെളിപ്പെടേണ്ട ഒരു അത്ഭുതത്തെ നിന്നെ മുന്നമേ അറിയിക്കാൻ സ്വർഗത്തിൽ നിന്നും ഒരു ഏഞ്ചൽ, അതാണ് ഗബ്രിയേൽ. ഇന്ന് പകൽ അതിനെ ഞാൻ ആക്ടിവേറ്റ് ചെയ്യുകയാണ്. ചിലരുടെ ജീവിതത്തിനകത്ത് ആ ഗബ്രിയേൽ ദൂതന്മാർ ഇറങ്ങട്ടെ. ഇതുവരെ കേൾക്കാത്ത ചില സ്വർഗീയ ദൂത് നിന്നെ കേൾപ്പിക്കാൻ, മറിയ കേട്ടതുപോലെ ചരിത്രങ്ങളെ മാറ്റുന്ന, ഹിസ്റ്ററി ചേഞ്ച് ആകുന്ന ചില മെസ്സേജുകളുമായി നിന്റെ ഭവനത്തിൽ, നിന്റെ പിതാവിന് വേണ്ടി, നിന്റെ ഭർത്താവിന് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി, ചില ജനനങ്ങൾ നടക്കുന്നതിന് വേണ്ടി ഒരു ഏഞ്ചൽ ഗബ്രിയേൽ. യാക്കോബിന്റെ ജീവിതത്തിനകത്ത് ഉൽപ്പത്തി പുസ്തകം 28:12 നിങ്ങൾ വായിക്കുമ്പോൾ, അത് വായിച്ച 28:12, അവനൊരു സ്വപ്നം കണ്ടു. ചിലരുടെ ജീവിതത്തിനകത്ത് ഒരു സ്വപ്നത്തിലൂടെ ആയിരിക്കും അടുത്ത സീസണിൽ കയറുന്നത്. ഒരു വലിയ സ്വപ്നം കാണുകയാണ്. വായിച്ചോ. ഇതാണ് യഥാർത്ഥത്തിൽ ഈ ആത്മലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. ഇതാണ് കാരണം ഇവിടെ നിന്റെ പ്രാർത്ഥനകൾ അതിനെ എടുത്തുകൊണ്ട് സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന ദൂതന്മാർ നമുക്കുണ്ട്. ഹല്ലേലൂയ. സ്വർഗത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ഒരു കിഡ്നിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, കിഡ്നിയെ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യുന്ന ഏഞ്ചൽസ് നമ്മുടെ മധ്യത്തിലുണ്ട്. അതാണ് ക്രിയേറ്റീവ് മിറക്കിൾസ്. വർഷങ്ങളോളം എവിടെയെങ്കിലും ചെന്ന് വായും തുറന്നിരുന്ന് പിന്നെ കോട്ടുവായി വിട്ട് ഉറങ്ങി ക്ഷീണിച്ച് ഇരിക്കുന്നവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. അങ്ങനെയുള്ളവർക്കൊന്നും കിഡ്നിയും കിട്ടത്തില്ല, ചട്നിയും കിട്ടൂല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത് സ്പിരിച്വൽ വേൾഡിനകത്ത്, ദിവ്യ വെളിപ്പാടിനകത്ത് കയറി പരിശുദ്ധാത്മാവിനെ ശക്തമായി പ്രാപിച്ച് ഉറങ്ങാതെ, സിയോൻ പുത്രിയെ നീ ഉറങ്ങരുത്, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ അത് കേട്ട് ആത്മാവിൽ ചിറകടിക്കുന്ന ചിലരോടുള്ള ദൂത, നിത്യതയ്ക്കകത്ത് കയറാൻ വിളിയുള്ളവന്റെ ദൂത്. ദൂതന്മാരെ ആകാശമണ്ഡലങ്ങൾ നിന്റെ പേര് വിളിക്കുമ്പോൾ, ഹല്ലേലൂയ,
ആ നിത്യതയിലോട്ട് പേരുള്ളവർക്ക് വേണ്ടിയുള്ള ദൂതാ ഞാൻ പറയുന്നത്. നിന്റെ പേര് വിളിക്കുമ്പോൾ നിന്നെ കൊണ്ടുപോകാൻ ഒരു ഏഞ്ചൽ വരും. ഓ ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധന്മാർ മരിക്കുമ്പോൾ അതിന്റെ ഡെത്തിന്റെ ഒരു സ്പിരിറ്റ് ഉണ്ട്, ഒരു ഏഞ്ചൽ ഉണ്ട്. മരിച്ച് അത് വിശുദ്ധന്മാർ മരിക്കുമ്പോൾ അവിടെ വന്നിട്ട് ആ വിശുദ്ധന്മാരുടെ ആത്മാവിനെ കൊണ്ടുപോകാൻ ഒരു നിയോഗിക്കപ്പെട്ട ഏഞ്ചൽ ഉണ്ട്. ഹല്ലേലൂയ. ഇതാണ് അത് പറയുന്നത്. ഭയങ്കര ഒരു പ്രവർത്തനമാണ് സ്വർഗത്തിലെ ദൈവരാജ്യം എന്ന് പറയുന്നത്. നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്ന പോലെ നമുക്ക് വേണ്ടി. അതാണ് ലോകത്തിൽ കോടിക്കണക്കിന് വിശുദ്ധന്മാരുടെ പ്രാർത്ഥനകൾ കറക്റ്റ് ടൈമിൽ അവിടെ എത്തുക. എനിക്കും നിനക്കും വിരോധമായി സ്വർഗത്തിൽ പിതാവിന്റെ അടുക്കല് മറ്റൊരു ഏഞ്ചൽസ്, വീണുപോയ ഹല്ലേലൂയ ഏഞ്ചൽസ്, ദൂതന്മാരെന്ന് പറയുന്ന ലൂസിഫറിന്റെ കിങ്കരന്മാര് എനിക്കും നിനക്കും വിരോധമായി അവിടെ ചെന്ന് നിന്ന് പരാതി പറയുമ്പോൾ സ്വർഗത്തിലെ നമുക്ക് വേണ്ടി നിയോഗിച്ച ഏഞ്ചൽസ് എനിക്കും നിനക്കും വേണ്ടി അവിടെ ചെന്ന് സംസാരിക്കുക. നമ്മുടെ പ്രാർത്ഥനകൾ എടുത്തുകൊണ്ട് പോകാൻ, നമ്മളെ സൗഖ്യമാക്കാൻ, നമ്മളെ അപകടത്തിൽ നിന്ന് വിടുവിക്കാൻ, നമ്മുടെ ആരാധനകളെ കൊഴിപ്പിക്കാൻ, നമ്മളെ സൗഖ്യമാക്കാൻ, ഹീലാക്കാൻ, നമ്മളെ പിശാചിന്റെ പിടിയിൽ നിന്ന് വിടുവിക്കാൻ, നമ്മളെ മരണത്തിൽ നിന്ന് വിടുവിക്കാൻ, നീ പറയുന്ന പ്രവചനങ്ങളെ അത് ആക്ടിവേറ്റ് ചെയ്യാൻ സ്വർഗീയ ദൂതന്മാർ 24 മണിക്കൂറും സ്വർഗത്തിൽ കയറുകയും ഇറങ്ങുകയും ചെയ്യുകയാണ്. സ്വർഗം ആക്റ്റീവാണ്, സ്വർഗം ആക്റ്റീവാണ്. അവൻ മയങ്ങുന്നില്ല, അവൻ ഉറങ്ങുന്നില്ല. ദൈവത്തിന്റെ വചനം പറയുകയാണ്, ദൈവം മയങ്ങുന്നുമില്ല, ഉറങ്ങുന്നുമില്ല. ഹല്ലേലൂയ. കർത്താവ് മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല. ഞാനും നീയാണ് ആലയത്തിന്റെ അകത്ത് പോലും വന്നിരുന്ന് ഉറങ്ങുന്നത്. പക്ഷെ നീ ഉറങ്ങുമ്പോഴും സ്വർഗം ആക്റ്റീവാണ്. നീ ക്ഷീണിച്ചിരിക്കുമ്പോഴും സ്വർഗം ആക്റ്റീവാണ്. നീ പ്രാർത്ഥിക്കാതിരിക്കുമ്പോഴും സ്വർഗം ആക്റ്റീവാണ്. നീ ദൈവത്തോട് മറുതലിക്കുമ്പോഴും സ്വർഗം ആക്റ്റീവാണ്. ആർക്ക് വേണ്ടി? നിനക്ക് വേണ്ടി. നീ പ്രാർത്ഥിക്കാതെ, നീ ആരാധിക്കാതെ, നീ ഉപവസിക്കാതെ, നീ മറുതലിച്ച് നടക്കുമ്പോഴും സ്വർഗം നിനക്ക് വേണ്ടി ആക്റ്റീവാണ്. കാരണം സ്വർഗം ആക്റ്റീവ് അല്ലെങ്കിൽ, അവൻ മയങ്ങിയാൽ, അവൻ ഉറങ്ങിയാൽ ശത്രു നിന്നെ തകർത്ത് കളയും. അതാ യാക്കോബ് കാണുന്നത്. വാഗ്ദത്തമുള്ളവൻ അമ്മയുടെ ഗർഭപാത്രത്തിനകത്ത് ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഒരു ദൂതുണ്ട്. റിബേക്കയുടെ വയറ്റിനകത്ത് ഇസഹാക്കിന് റിബേക്കയ്ക്ക് വേണ്ടി ഉണ്ടായ വാഗ്ദത്ത സന്തതികൾ ഉണ്ടാകപ്പോൾ തന്നെ ഒരു വലിയ ദൂതുണ്ട്. ഇളയവൻ മൂത്തവൻ ഇളയവനെ സേവിക്കും. 2 കുഞ്ഞുങ്ങൾ ഉണ്ടാകും. അത് രണ്ടും കൂടെ ആ വയറ്റിനകത്ത് കിടന്ന് അടിപിടി കൂടുക. അതിനകത്ത് കിടക്കുമ്പോഴും അടിപിടി കൂടുക. പുറത്ത് വരാൻ വേണ്ടിയും ഭയങ്കര മത്സരമാണ്. പ്രൈസ് ദി ലോർഡ്. അതിന്റെ നടുവിലാണ് ദൈവപ്രവൃത്തി വെളിപ്പെട്ട് 2 പേരും പുറത്ത് വന്നു. പക്ഷേ ഇളയവനെ കുറിച്ച് ഓൾറെഡി ഒരു ദൂത് വാഗ്ദത്തം കിടക്കുക. അവൻ സാധാരണക്കാരനായി വീട്ടിനകത്ത് അമ്മയുടെ സാരിത്തുമ്പം പിടിച്ച് അടുക്കളയെന്ന് അമ്മ എവിടെ പോയാലും അങ്ങനെ നടന്നുകൊണ്ടിരുന്നവനാ. അവന്റെ ലൈഫിനെ കുറിച്ച് അവനൊരു വെളിപ്പാടില്ല, അവനൊരു ദർശനമില്ല, അവനൊരു ഹോപ്പില്ല, അവനൊരു പ്രത്യാശയില്ല. അവനെ തന്നെ അറിയത്തില്ല, അവൻ എന്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ല. പക്ഷെ അവൻ ജനിക്കുന്നതിന് മുമ്പ് അവൻ എന്തായി തീരുമെന്നൊരു വാഗ്ദത്തമുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് അവൻ ജനിച്ച അന്ന് മുതൽ അവന്റെ കൂടെ ചലിക്കുന്ന ഒരു ഏഞ്ചലുണ്ട്. ആ ഏഞ്ചൽ ചലിച്ചുകൊണ്ടിരിക്കുന്നവൻ അറിഞ്ഞില്ല. ഒരു പ്രായമായപ്പോൾ മാതാവ് പറഞ്ഞു, അപ്പന്റെ കയ്യിൽ നിന്ന് ഒരു അനുഗ്രഹം വാങ്ങിക്കണം. അപ്പൻ മൂത്തവനെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. നീ ചെന്ന് വാഗ്ദത്തം അനുഗ്രഹത്തെ തട്ടിയെടുക്കണം. അവൻ ഉപായിയായി സ്വന്തം അപ്പനെ സഹോദരനെ ചതിക്കുമ്പോൾ ഏഞ്ചൽ അവന്റെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അവനൊരു ചതിയനും വഞ്ചകനുമാണ്. പക്ഷെ ഏഞ്ചൽ അവനെ വിട്ടുപോയിട്ടില്ല. അവന്റെ പേര് ഉപായി എന്നാണ്. ഉപായി, യാക്കോബിന്റെ അർത്ഥം ഉപായി. ആ പേരിട്ടത് അപ്പനും അമ്മയുമാണ്. അവന്റെ പേരിന്റെ അർത്ഥം പോലെ തന്നെ അവൻ ചെയ്തു. ഉപായത്താൽ അപ്പന്റെ അനുഗ്രഹം പ്രാപിച്ചു, ഉപായത്താൽ ജ്യേഷ്ഠന്റെ അനുഗ്രഹം പ്രാപിച്ചു. ഒരു പായസം ഉണ്ടാക്കി കൊടുത്ത് ഉപായത്താൽ ജ്യേഷ്ഠാവകാശം പ്രാപിച്ചു. ഹല്ലേലൂയ. അവന്റെ കൂടെ ദൈവത്തിന്റെ ദൂത് അപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് പിന്നത്തേതിൽ ദൈവം ചോദിച്ചു, നിന്റെ പേരെന്താണ്? ഹല്ലേലൂയ. അവനെ കൊണ്ട് കൺഫസ് ചെയ്യിപ്പിച്ചതിന് ശേഷമാണ് അവനെ ദൈവം അനുഗ്രഹിച്ചത്. ഹല്ലേലൂയ. ഉപായിയായ യാക്കോബ് എന്ന് പറയുന്ന അനുഗ്രഹങ്ങളെ വളഞ്ഞ വഴി കൂടെ തട്ടിയെടുത്തവന്റെ കൂടെ ദൈവത്തിന്റെ ദൂതന്മാർ ഓടിപ്പോയില്ല. ദൈവത്തിന്റെ ദൂതൻ അവന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ ദൂതം ചലിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അനുഗ്രഹം പ്രാപിച്ച് വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത സാഹചര്യം, പ്രതികൂലത്തിന്റെ സാഹചര്യം. ജ്യേഷ്ഠൻ കാട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞ അവന്റെ തല വെട്ടും.
അമ്മ പറഞ്ഞു, ആ ചേട്ടൻ വരുന്നതിന് മുമ്പ് ഓടിക്കോ, ഓടി രക്ഷപ്പെട്ടോ എന്ന് പറഞ്ഞ് അമ്മാവൻ്റെ വീട്ടിലോട്ട് പറഞ്ഞയക്കുകയാണ് അമ്മ. അപ്പോൾ അവന് നഷ്ടപ്പെടുന്ന അപ്പനെയും അമ്മയും സഹോദരനെ നഷ്ടപ്പെടുക. അവിടെ വളഞ്ഞ വഴി കൂടെ നീ ഒന്നും പ്രാപിക്കരുത്, നിനക്ക് പലതും നഷ്ടപ്പെടാനിടയാകും. ദൈവം തക്ക സമയത്ത് ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ ശക്തനാണ്. നീ ഒരു കാര്യവും വളഞ്ഞ വഴി കൂടെയും വക്രതയുടെയും ഉപായത്തോടെയും ദൈവരാജ്യത്തിനകത്ത് നേടാൻ ശ്രമിക്കരുത്. തക്ക സമയത്ത് ദൈവം ആ ബലമുള്ള കൈകൾ താണിരുന്നാൽ സ്വർഗം നിന്നെ അനുഗ്രഹിക്കാനിടയാകും. ഉപായത്താൽ പ്രാപിക്കുന്നതിന്റെ മുഴുവനും നീ കണക്ക് പറയേണ്ടി വരും. നീ വേദനയിലൂടെ കടന്നു പോകേണ്ടി വരും. നിനക്ക് പലതും നഷ്ടപ്പെടേണ്ടി വരും. എന്നാൽ ദൈവസന്നിധിയിൽ താഴ്മയുള്ളവനെ ദൈവം തക്ക സമയത്ത് ഉയർത്താനിടയാകും. ഹല്ലേലൂയ. മാനമര്യാദയ്ക്ക് ഇരുന്നെങ്കിൽ വീട്ടിൽ നിന്ന് ഓടേണ്ട കാര്യമില്ല, ചേട്ടനെ പേടിക്കേണ്ട കാര്യമില്ല, അമ്മയെ പേടിക്കേണ്ട കാര്യമില്ല, അപ്പനെ പേടിക്കേണ്ട, ആരെയും പേടിക്കേണ്ട കാര്യമില്ല. ഈ മാനവ മര്യാദയിൽ വളഞ്ഞ വഴി കൂടെ ആയതുകൊണ്ട് പലരും പേടിക്കേണ്ടി വരുന്നത്. നേരെ ഇവൻ പോകുന്ന വഴിയില് ബദേൽ എന്ന് പറയുന്ന ലൂസ് എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്നപ്പോൾ രാവിലെ തലയണ നല്ല പട്ടുമെത്തേ കിടന്നുറങ്ങിയവനാ, നല്ല പാൽക്കഞ്ഞി കുടിച്ചവനാ, അമ്മയോടെ കൂടെ സന്തോഷമായി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചവനാ, അപ്പൻ്റെ കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചവനാ. ഉച്ചയായപ്പോൾ വൈകുന്നേരമായപ്പോൾ വീടുമില്ല, സ്ഥലവുമില്ല, ബ്രേക്ക്ഫാസ്റ്റും ഇല്ല, ഡിന്നറും ഇല്ല, ഒന്നുമില്ല, എല്ലാം പോയി. കിടക്കാൻ സ്ഥലമില്ല, മെത്തയില്ല, അതുകൊണ്ട് പാറപ്പുറത്ത് കിടക്കും. തലയണയായിട്ട് വെക്കാൻ നല്ല തലയണയില്ല, അതുകൊണ്ട് കല്ലിനെ എടുത്ത് തലയണയാക്കി വെച്ചു. നിന്റെ ജീവിതത്തിലെ ഇന്നത്തെ ഒരു സീസൺ ഒരു പക്ഷേ നിന്റെ തലയണ, നീ കിടക്കുന്ന ആ മെത്ത പോലും നിനക്കൊരു പാറപ്പുറത്ത് കിടക്കുന്ന അനുഭവമായിരിക്കാം. നീ വെക്കുന്ന തലയണ പോലും അതിൻ്റെ മൃദുത്വം നിനക്ക് മനസ്സിലാക്കാൻ പറ്റാതെ വണ്ണം നിന്റെ മനസ്സുകൊണ്ട് കാഠിന്യം അനുഭവിക്കുന്ന അവസ്ഥയായിരിക്കാം. എന്നാൽ ഇന്ന് കർത്താവ് പറയുന്നു, യാക്കോബിന് വേണ്ടി ഇറങ്ങി വന്നതുപോലെ ഒരു ദൂതൻ നിന്റെ ജീവിതത്തിന്റെ വഴിത്താരകളിൽ നിന്റെ കൂടെ ഒരു മെസ്സഞ്ചർ, ഒരു മെസ്സേജ് പറയാൻ ദൈവത്തിന്റെ ദൂതനെ സ്വർഗം തുറന്നയക്കാൻ പോയ. നിനക്കൊരു നല്ല മെസ്സേജ് ഉണ്ട്, നിനക്ക് നല്ലൊരു വെളിപ്പാടുണ്ട്. ഇന്ന് ഇതിനകത്ത് കേട്ടോണ്ടിരിക്കുന്ന നിന്നെ നോക്കി ആത്മാവ് പറയുകയാണ്, നീ ഇപ്പോൾ കാഠിന്യതയുടെ നടുവിലൂടെ, കാഠിന്യമായ അനുഭവങ്ങളിലൂടെ, നീ ഇതുവരെ കാണാത്ത, അനുഭവിക്കാത്ത ഒരു പ്രതിസന്ധിയുടെ അനുഭവത്തിലൂടെ, ഭാരത്തിലൂടെ, വേദനയിലൂടെ, ഒറ്റപ്പെടലുകളിലൂടെ, സകല മനുഷ്യനാലും ഒറ്റപ്പെട്ട അവസ്ഥയിൽ ഭവനത്തിനകത്ത് ഇരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആരും നിന്നെ സ്നേഹിപ്പാനില്ല, ഒരു നേരത്തെ ഭക്ഷണം തരാനില്ല, നിന്റെ വിഷമം കേൾക്കാനില്ല, നിന്റെ ഭാവി എന്താവും നിനക്കറിയത്തില്ല എന്ന് ഭാരത്തോടെ ഇരിക്കുന്ന നിന്നെ നോക്കി ആത്മാവ് പറയുന്നു, ഇതാ ഒരു ദൂതൻ ഇറങ്ങുന്നു, ഒരു ഏഞ്ചൽ ഇറങ്ങാൻ പോയാണ്, ഗബ്രിയേൽ ദൂതൻ ഇറങ്ങാൻ പോയ. നിനക്കൊരു മെസ്സേജ് ഉണ്ട്, നിനക്കൊരു വാഗ്ദത്തമുണ്ട്, നിനക്കൊരു ദൂതുണ്ട്. യെസ്, ഹല്ലേലൂയ ജീസസ്. ആ ദൂതൊന്ന് വായിക്ക്, യാക്കോബിന് കൊടുത്ത ദൂതൊന്ന് വായിക്ക്. ആ യാക്കോബ് നോക്കിയപ്പോൾ മുന്നോട്ട് വായിക്കുക, 28:12 മുതൽ വായിക്കുക. അതാ സ്വപ്നത്തിൽ ഒരു ദൂതൻ. ആ ആ കയറുന്നു ഇറങ്ങുന്നു, കയറുന്നു ഇറങ്ങുന്നു. പ്രൈസ് ദി ലോർഡ്. ആ വളരെ വ്യത്യസ്തമായ ഭയങ്കരമായൊരു സ്വപ്നം. ഞാൻ പറയട്ടെ, ചരിത്രം സൃഷ്ടിച്ച സകല അഭിഷിക്തന്മാരും എൻകൗണ്ടർ പ്രാപിച്ചവരാണ്. റിവൈവലിസ്റ്റുകളായിട്ടുള്ള എല്ലാവരും എൻകൗണ്ടർ പ്രാപിച്ചവരാണ്. സാധാരണ രക്ഷിക്കപ്പെടുന്നവരും അവരും തമ്മിൽ വ്യത്യാസമുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക, ഒരുപാട് പേര് തിരഞ്ഞെടുക്കപ്പെട്ടവരുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ വിളിക്കപ്പെട്ട ഒരു ചില ചുരുക്കം പേരുണ്ട്. ഭയങ്കരമായി സ്പെഷ്യലായിട്ട് കോൾ ചെയ്ത, ഭയങ്കരമായി ദൈവം സെലക്ട് ചെയ്ത ചിലരുണ്ട്. എല്ലാവരെ പോലെ അല്ല അവരുടെ എക്സ്പീരിയൻസ്, എല്ലാവരെ പോലെ അല്ലായിരിക്കും അവരുടെ സ്പിരിച്വൽ എക്സ്പീരിയൻസുകൾ, അവരുടെ സ്പിരിച്വൽ ലൈഫും എല്ലാവരെ പോലെ ആയിരിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. അവരൊരു സൈനാണ്, അവരൊരു അടയാളമാണ്. അവരെ കൂടെ സ്വർഗം, മുഴു സ്വർഗം എപ്പോഴും കാണും. ഹല്ലേലൂയ. ചേഷ്ടനെ പോലെ അല്ല ഈ യാക്കോബ്. അവൻ നേരിട്ട് ദൈവമായിട്ട് എൻകൗണ്ടറിൽ വരികയാണ്. കാരണം ഈ വ്യക്തി ഒരു ചരിത്രമാകാൻ പോവുകയാണ്. നിന്നെ ദൈവം ഒരു ചരിത്രമാക്കാൻ പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ നീ കാണുന്ന വെളിപ്പാടുകൾ വ്യത്യസ്തമായിരിക്കും. നീ കാണുന്നത് മരിച്ച് പിന്നെ പെട്ടിക്കകത്തിരിക്കുന്ന സ്വപ്നമല്ല നീ കാണുന്നത്.
ഹല്ലേലൂയ. മൂക്കിൽ പഞ്ഞു വെച്ചിരിക്കുന്നത് നീ കാണത്തില്ല. സർപ്പം ഇഴഞ്ഞുകൊണ്ട് നടക്കുന്നത് നീ കാണത്തില്ല. അല്ല, നീ കാണുന്നത് യേശുവിനെ നീ കാണും. ഹല്ലേലൂയ. നീ ദൂതന്മാരെ കാണും. നീ സ്വർഗീയ വെളിപ്പാടുകളെ കാണും. ഹല്ലേലൂയ. നീല കടല് നീ കാണും. ഹല്ലേലൂയ. വലിയ വിളക്കുകൾ നീ കാണും. വെള്ള സിംഹാസനം നീ കാണും. നിന്റെ കാഴ്ചകളെ വ്യത്യാസമായിരിക്കും. നിന്റെ വെളിപ്പാടുകളെ വ്യത്യാസമായിരിക്കും. നിന്റെ ദർശനങ്ങളെ വ്യത്യാസമായിരിക്കും എന്ന് പകൽ ആത്മാ പറയുന്നു. അങ്ങനെ ചിലർ ഇതിനകത്തുണ്ട്. നിന്നെ ദൈവം തൊടുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ജീസസ്. ചില വെള്ള സിംഹാസനങ്ങൾ കാണാൻ, യെസ്, ദർശനങ്ങൾ, ഗോവേണി വഴി കയറി ഇറങ്ങുന്ന ദൂതന്മാരെ കാണാൻ, ഏഞ്ചലിക്കൽ അപ്പിയറൻസുകൾ നിന്റെ ലൈഫിൽ വെളിപ്പെടുകയാണ്. യേശുവിന്റെ നാമത്തിൽ ആരും കാണാത്തത് കാണാൻ. യെസ്, യോഹന്നാൻ കണ്ടത് ആരും കാണാത്തതാണ്. ആരും കാണാത്തത്, ആരും കേൾക്കാത്തത്, ആരും അനുഭവിക്കാത്തത് ഇന്ന് പകൽ ചിലരെ സ്വർഗം അതിലേക്ക് കയറ്റുകയാണ്. ഈ 2024 ഫെബ്രുവരി മാസം സ്വർഗം ചിലരെ എൻകൗണ്ടറിനകത്ത് കയറ്റുന്നു. ചിലരെ അടുത്ത ഡൈമെൻഷനിലോട്ട് കയറ്റുകയാണ്. ഹല്ലേലൂയ ജീസസ്. ഹല്ലേലൂയ. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ, ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, ഞങ്ങളുടെ ഫാമിലിക്ക് അകത്ത് വലിയ ആരംഭത്തിൽ നടന്നത് ഒരിക്കൽ ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത, വിശ്വസിക്കാൻ പറ്റാത്ത ചില എൻകൗണ്ടറുകൾ നേരിട്ട് അനുഭവിച്ചത് കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ മാതാവ് ഏകദേശം 5 പ്രാവശ്യം കർത്താവായ യേശുക്രിസ്തുമായിട്ട് എൻകൗണ്ടർ വന്നിട്ടുണ്ട്. എൻ്റെ മാതാവ് രക്ഷിക്കപ്പെടുന്നത് രാത്രി 2 മണിക്ക് മാതാവിൻ്റെ റൂമിനകത്ത് കർത്താവ് ഇറങ്ങി വന്നത്. എൻ്റെ മാതാവ് കിടന്ന കട്ടിലിന് വന്നിരുന്ന് എൻ്റെ മാതാവിനോട് സംസാരിച്ചു. അന്ന് പറഞ്ഞാണ് 94 എൻ്റെ മാതാവിൻ്റെ റൂമിനകത്ത് ഇറങ്ങി വന്ന് കർത്താവ് സംസാരിച്ചു. ഞാൻ നിന്നെ അനാഥയായി വിടത്തില്ല. ഹല്ലേലൂയ. ഞാൻ നിന്നെയും നിന്റെ തലമുറകളെയും എൻ്റെ രാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കും. പ്രൈസ് ദി ലോർഡ്. ഒറ്റ വാക്ക. അടുത്ത നിമിഷം അഭിഷേകം പ്രാപിച്ച്, അന്യഭാഷ പ്രാപിച്ച് ചാടി ഇറങ്ങി. വീട്ടിനകത്തുള്ള സകല വിഗ്രഹങ്ങളും സകല ഫോട്ടോകളും ഒരു മനുഷ്യ ഒരു പവർ കോൺഫറൻസ് പോയില്ല, ഒരു പാഷന്മാർ ഉപദേശിച്ചില്ല, പറഞ്ഞില്ല. വീട്ടിനകത്തുണ്ടായത് മരിച്ചവരെ ഫോട്ടോ മുതൽ വിഗ്രഹങ്ങൾ മുതൽ നിലവിളക്കുകൾ മുതൽ എല്ലാം എടുത്ത് ചാക്കിനകത്ത് മാറ്റിയത് ഒന്നും മാറ്റത്തില്ല. പക്ഷെ ഗ്ലോറി ഇറങ്ങിയാൽ, മഹിമ കണ്ട സാക്ഷി, ദൈവത്തിന്റെ ഗ്ലോറി കണ്ടാൽ, ദൈവത്തിന്റെ മഹത്വം കണ്ടാൽ, പത്രോസ് പറഞ്ഞു, ഞാൻ നിർമ്മിത കഥകളെ പ്രസ്താവിക്കുന്നവനായിട്ടല്ല, മഹിമ കണ്ട സാക്ഷി അത്രേ. ദൈവത്തിന്റെ മഹത്വം കാണുന്നവൻ വ്യത്യസ്തനാണ്. ദൈവത്തിന്റെ ഗ്ലോറി കാണുന്നവൻ വ്യത്യസ്തനാണ്. അവരാരും പഠിപ്പിക്കേണ്ടി വരത്തില്ല. അവർ ദൈവത്തിൽ നിന്ന് പ്രാപിക്കും. ദൈവം അവരോട് സംസാരിക്കും. ദൈവ ശബ്ദം അവർ കേൾക്കും. അവരെ ദൈവം നടത്തും. അവർ മനുഷ്യരാൽ വിളിക്കപ്പെട്ടവരല്ല, അവർ സ്വർഗത്തിനാൽ വിളിക്കപ്പെട്ടവരാണ്. അവരുടെ പാതകൾ വ്യത്യസ്തമാണ്. അവർ എത്ര വലിയ കുഴിക്കകത്ത് വീണാലും ദൈവം അവരെ പുറത്തു കൊണ്ടുവരും. ഏത് വലിയ ശവക്കുഴിക്കകത്തു നിന്നും വിളിക്കപ്പെട്ടവനെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൂതൻ. ഹല്ലേലൂയ ജീസസ്. ഹല്ലേലൂയ. അന്നത്തെ ദിവസം അങ്ങനെ ആ യാക്കോബിന്റെ ജീവിതത്തെ നോക്ക. ഒറ്റപ്പെട്ട കല്ലെടുത്ത് തലയിണയാക്കി വെച്ച് ഭയങ്കര മെന്റലി തകർന്നു പോയ ഒരു സിറ്റുവേഷനിലാണ് സ്വർഗം ഒരു ദർശനം കൊടുക്കുന്നത്. ഹല്ലേലൂയ. ചരിത്രം മാറുകയാണ്. സീസൺ ചേഞ്ച് ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. വാഗ്ദത്തം വായിച്ചോ. എപ്പോഴും ദൈവം വരുമ്പോൾ ഉണ്ടല്ലോ, പിതാക്കന്മാരെയും കൂടെ ഒന്ന് അഡ്രസ് ചെയ്യും. അതിനാ നിന്നോട് പറയുന്നത്, നീ നേരെ ചൊവ്വേ കർത്താവുമായിട്ട് ബന്ധം ഉണ്ടായാൽ നിന്റെ തലമുറയോട് ദൈവം സംസാരിക്കുന്നത് നിന്റെ അപ്പൻ്റെ പേര് പറഞ്ഞ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നിന്റെ പേര് പറഞ്ഞ് നിന്റെ തലമുറയോട് ദൈവം സംസാരിക്കും. ഞാൻ അബ്രഹാമിന്റെ ദൈവം, വായിച്ചോ, ഞാൻ ഇസഹാക്കിന്റെ ദൈവം. ആ
ആ ആ നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്കും. എപ്പോഴും ദൂത് പിന്നെ ദൈവമായിട്ടുള്ള എൻകൗണ്ടർ സംഭവിച്ച വ്യക്തികൾക്കൊരു പ്രത്യേകത. ഇപ്പം DGS ദിനകരൻ ദൈവമായിട്ട് എൻകൗണ്ടർ പ്രാപിച്ച ആളാണ്. സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ ഓടിപ്പോയ സമയത്ത് ദൈവത്തെ നേരിട്ട് കണ്ട് വിടുവിക്കപ്പെട്ടു. സ്വർഗത്തിലെ ദൂതന്മാരും ദൈവവും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന റൂമിനകത്ത് ഇറങ്ങി വരുമായിരുന്നു. ഹല്ലേലൂയ. അദ്ദേഹത്തിൻ്റെ റൂമിനകത്തോട്ട് ആർക്കും നോക്കാൻ പറ്റത്തില്ല, സ്വർണ്ണ നിറമാണ്. അതുപോലെ പ്രാർത്ഥിക്കുമ്പോൾ ആ ഡോറ് തുറന്ന് അകത്ത് കയറാൻ പറ്റത്തില്ല, ദൈവത്തിൻ്റെ ഗ്ലോറി അടിച്ച് തറയെ വീഴും. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹം എത്രയോ പ്രാവശ്യം ആത്മാവിൽ ശരീരത്തിൽ നിന്ന് എടുക്കപ്പെട്ട് നേരെ സ്വർഗത്തിൽ ചെന്ന് സ്വർഗത്തെ നേരിട്ട് കണ്ട ഒരു മനുഷ്യനാണ്. നിങ്ങൾ നോക്കുക, ഇന്നും ഇന്ത്യയിൽ ഒരു പ്രത്യേകതയുണ്ട്. അദ്ദേഹം മരിച്ചു, പക്ഷേ അദ്ദേഹത്തിൻ്റെ മക്കൾ എവിടെ വന്നാലും 10,000 കൂടും. അദ്ദേഹത്തിനോട് ദൈവം എന്ന് പറഞ്ഞു, നിന്റെ കുടുംബത്തെ, നിന്റെ സന്തതിയെ ഞാൻ അനുഗ്രഹിക്കും. നിങ്ങൾ എവിടെ പോയാലും ഒരു അടയാളം ഉണ്ടായിരിക്കും, അവിടെ ജനം കൂടും. ഇപ്പോൾ പിന്നെ പോൾ ദിനകരൻ പുത്തരിക്കണ്ടത്ത് വന്നാൽ വലിയ കൂട്ടം ജനം അവിടെ വരും. വേറെ പലരും അവിടെ മീറ്റിംഗ് നടത്തുന്നുണ്ട്, പോസ്റ്റർ വയ്ക്കുന്നുണ്ട്, പബ്ലിസിറ്റി ചെയ്യുന്ന ഒറ്റ ഈച്ച പോലും കാണാനില്ല. പക്ഷെ ആ കുടുംബം വന്ന് നിന്നാൽ ട്രിവാൻഡ്രത്ത് ഇതുവരെ ഇല്ലാത്ത കൂട്ടം വരും. കാരണം ദൈവം കൊടുത്ത വാഗ്ദത്തമാണ്. ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ മാറുകയില്ല. അതുകൊണ്ട് ഇന്ന് പകൽ നീ ദൈവത്തിന്റെ കൂടെ നടന്നാൽ, ദൈവത്തിന്റെ ഗ്ലോറി നീ കണ്ടാൽ, ദൈവത്തിന്റെ എൻകൗണ്ടർ നീ പ്രാപിച്ചാൽ, നിന്നോട് ഒരു ദൂത് പറഞ്ഞാൽ അത് നിന്നോട് മാത്രം പറയത്തില്ല, നിന്റെ സന്തതിയോടും കൂടെ പറയും. എന്റെ മാതാവ് കേട്ട ശബ്ദം എന്റെ പേഴ്സണലി എന്റെ മാതാവിനോടുള്ള ദൂത് മാത്രമല്ല, എന്റെ മാതാവിന്റെ തലമുറയ്ക്കും വേണ്ടിയും ദൈവം പറഞ്ഞു, നീയും നിന്റെ സന്തതികളും എന്റെ ഹല്ലേലൂയ ശുശ്രൂഷകരായി മാറും. ഒരു വ്യക്തി ഒരു ദർശനം കണ്ടപ്പോൾ ആ സന്തതി പരമ്പരകളെ കൂടെ തൊട്ടൊരു ദൈവം. എന്റെ മാതാവ് ദർശനം പ്രാപിച്ച് ദൂത് കേട്ടപ്പോൾ ഞാൻ രക്ഷിക്കപ്പെട്ടിട്ടില്ല, എന്റെ പിതാവ് രക്ഷിക്കപ്പെട്ടിട്ടില്ല. 8-9 വർഷം കഴിഞ്ഞു. പക്ഷേ വാഗ്ദത്തം പറഞ്ഞവൻ വിശ്വസ്തനാ. എന്റെ മാതാവിനോട് ദൈവമാണ് പറഞ്ഞ, നിന്നെയും നിന്റെ തലമുറകളെയും ഞാൻ എന്റെ കർത്താവ് എന്റെ വേലയ്ക്കായി തിരഞ്ഞെടുക്കുമെന്ന്. എനിക്ക് ബൈബിൾ എടുക്കുന്നതിനും വേല ചെയ്യുന്നതിനും ഒരു താല്പര്യമില്ലാത്ത ആളാണ്. പക്ഷേ വാഗ്ദത്തം പറഞ്ഞവൻ വിശ്വസ്തനാണ്. എല്ലാ വാഗ്ദത്തങ്ങളും ഉവ്വെന്നാണ്. നിന്നോടൊരു ദൂതും വാഗ്ദത്വം ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മനുഷ്യൻ പറഞ്ഞ കാര്യമല്ല, മനുഷ്യനോ പ്രവാചകന്മാരോ പറഞ്ഞ കാര്യമല്ല ഞാൻ പറയുന്നത്, ഓരോ പ്രവാചകന്മാരോ പാർഷന്മാരോ പറഞ്ഞ കാര്യമല്ല ഞാൻ പറയുന്നത്. ദൈവത്തിന്റെ ശബ്ദം നീ കേട്ടിട്ടുണ്ടെങ്കിൽ, ദൈവം നിന്നോട് ഒരു വ്യക്തിപരമായ കാര്യം സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു മാറ്റമില്ല. നിന്റെ തലമുറകളെ ദൈവം രാജ്യത്തിന് വേണ്ടി കാണുന്നൊരു ദൈവം. ഹല്ലേലൂയ ജീസസ്, ഹല്ലേലൂയ. വായിച്ചോ, ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും ഈ ദേശം, നിന്റെ സന്തതി ഞാൻ ഭൂമിയിലെ പൊടി പോലെ ആയില്ലേ. വാഗ്ദത്തം വിശ്വസ്തനാ. നീ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും, അതാണ് ദൈവത്തിന്റെ പരിപാടി. നിന്നെ ദൈവം വിളിച്ചാൽ നീ ഒരു സൈഡിൽ ഇന്നൊരു വാടക വീട്ടിലാണ് കിടക്കുന്നതെങ്കിൽ, ഇന്നൊരു ചെറിയ വീട്ടിനകത്താണ് നീ കിടക്കുന്നതെങ്കിൽ, ദൈവത്തിന്റെ വാഗ്ദത്തം നീ കണ്ടാൽ നീ പടിഞ്ഞാറോട്ട് കിഴക്കോട്ട് നീ പടരും, നീ വിശാലമാകും, നീ വർദ്ധിക്കും, നീ പെരുകും. നിന്റെ സന്തതികൾ കർത്താവിന്റെ സന്തതികളായി മാറും. നിന്നോട് പറയുന്ന സകല ദൂതും നിന്റെ തലമുറകൾക്കുള്ള ദൂതാണ്. നീ പടരും, നീ പടരും, നീ പടരും, നീ വർദ്ധിക്കും, നീ പെരുകും, നീ പടരും, നീ വിശാലമാകും. യെസ്. നീ മുഖാന്തരവും, എല്ലാരും പറഞ്ഞാട്ടെ ഞാൻ മുഖാന്തരം, എല്ലാരും ഒന്ന് പറഞ്ഞാട്ടെ ഞാൻ മുഖാന്തരവും എന്റെ സന്തതി മുഖാന്തരം. നിന്റെ സന്തതി ഇന്ന് യേശുവിനെ അറിയാത്തതായിരിക്കാം, പക്ഷെ നീ പറഞ്ഞാൽ നടക്കും. ഞാൻ മുഖാന്തരവും എന്റെ സന്തതി മുഖാന്തരവും ഭൂമിയിലെ സകല വംശവും അനുഗ്രഹിക്കപ്പെടും. വിളിച്ചു പറഞ്ഞാട്ടെ, ഞാൻ മുഖാന്തരവും എന്റെ സന്തതി മുഖാന്തരവും ഭൂമിയിലുള്ള സകല മനുഷ്യരും അനുഗ്രഹിക്കപ്പെടും, അനുഗ്രഹിക്കപ്പെടും. ഇത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. ഇസ്രായേലിന് ദൈവം കൊടുത്ത വാഗ്ദത്തമാണെങ്കിൽ, ഹല്ലേലൂയ. നോക്ക, ഇപ്പൊ കണ്ടത് എന്താണ്? ദർശനം, സ്വപ്നമാണ് കണ്ടത് അല്ലേ? യാക്കോബ് എന്താ കണ്ടത്? സ്വപ്നം.
സ്വപ്നത്തിൽ ദൂതന്മാരെ കണ്ടു. ഇതാണ് സ്റ്റാർട്ടിങ്. എപ്പോഴും മനസ്സിലാക്കുക, നിങ്ങളെ സ്പിരിച്വൽ ലൈഫിൽ ചില സ്വപ്നത്തിൽ ചില ദൂതന്മാരെ കാണുന്നതാണ് ആദ്യത്തെ സ്റ്റാർട്ടിങ്. പക്ഷെ ആ ഏഞ്ചൽസിനെ നിങ്ങൾ ഒരു പക്ഷേ നിങ്ങൾക്കറിയാവുന്ന വ്യക്തികളുടെ രൂപത്തിലായിരിക്കും നിങ്ങളോട് ഒന്ന് പറയുന്നത്. അങ്ങനെ ചില കാര്യങ്ങളുണ്ട്. ചില സ്വപ്നം കാണും നമ്മൾ. ഞാൻ ഓപ്പൺ ഡോഴ്സ് എന്ന് പറയുന്ന ഈ 2024 ദൂത് പറയാൻ കാരണം ഞാൻ സ്വപ്നത്തിൽ ഒരു ദൂതനെ കണ്ടതുകൊണ്ടാണ്. ഞാൻ 31-ാം തീയതി പറയാനുള്ള ദൂതിന് വേണ്ടി ഞാൻ കിടക്കുകയാണ്. പക്ഷേ എനിക്ക് ഒരു ദൂതും കിട്ടിയില്ല, പ്രസംഗിക്കാൻ ഒരു മെസ്സേജ് കിട്ടിയില്ല. ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു, ഒരു രക്ഷയില്ല, ഒന്നും കിട്ടുന്നില്ല. പക്ഷേ വെളുപ്പാങ്കാലം 3 മണിയായപ്പോൾ ഒരു പാസ്റ്റർ എൻ്റെ രൂപത്തിൽ എന്നോട് ദൈവത്തിൻ്റെ ദൂതൻ വന്ന് സംസാരിച്ചു. ഞാനൊരു ഭാഷ കാണുന്നപ്പോൾ ഞാനും പുള്ളിയായിട്ട് സംസാരിക്കുകയാണ്. അദ്ദേഹം എന്നോട് പറയുകയാണ്, നീ ഇന്ന് സംസാരിക്കേണ്ട മെസ്സേജ് ഓപ്പൺ ഡോറാണ്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പറയുകയാണ്, പിന്നെ ഈ ഓപ്പൺ ഡോർസൊക്കെ പറഞ്ഞ ആൾക്കാർക്ക് വല്ലതും തോന്നും, മനസ്സിലാവും, അല്ലെങ്കിൽ അവർ പ്രതികരിക്കുമോ? അദ്ദേഹം എന്നോട് പറയുകയാണ്, നീ ഇതേ പറയാവൂ, ഇതാണ് ഈ വർഷം നടക്കാൻ പോകുന്നത്. അത് 1 മണിക്കൂർ കണ്ടിന്യൂസ് എന്നോട് പറയുകയാണ്, ഇതാണ് നടക്കാൻ പോകുന്നത്. ഓപ്പൺ ഡോർസ്, ഓപ്പൺ ഡോർസ്, ഓപ്പൺ ഡോർ, ഓപ്പൺ ഡോർ. നിന്റെ സഭയിൽ ഇതാ നടക്കാൻ പോകുന്നത്, നിന്റെ ജീവിതത്തിൽ ഇതാ നടക്കാൻ പോകുന്നത്. നീ പറയുന്നത് കേൾക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവന്റെ ജീവിതത്തിൽ അത് സംഭവിക്കും എന്ന് എന്നോട് പറഞ്ഞ ആ ദൈവിക ശബ്ദം. ഹല്ലേലൂയ. ഞാൻ വെളുപ്പാങ്കാലം പിന്നെ അന്നത്തെ ദിവസം ഞായറാഴ്ച രാവിലെ ഇവിടെ വന്ന് മീറ്റിംഗ് ഒക്കെ ചെയ്യുമ്പോഴും എനിക്ക് വൈകുന്നേരം ഓപ്പൺ ഡോർ പ്രസംഗിക്കാനൊരു താല്പര്യം എൻ്റെ ഉള്ളിലില്ല. പക്ഷേ ഈ സ്വപ്നം മായാതെ എൻ്റെ അകത്ത് കിടക്കുകയാണ്. വൈകുന്നേരമായി, രാത്രിയായി, പിന്നെ 10-12 മണിയായപ്പോൾ ഞാൻ എൻ്റെ ഇതിൻ്റെ ഡോറുകളെ കുറിച്ച്, ഓപ്പൺ ഡോറിനെ കുറിച്ച് പറയണോ വേണ്ടെന്ന് ഞാൻ കൺഫ്യൂഷനായി നിൽക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഞാൻ ലൈവിൽ 1-2 ലൈവ് കണ്ടപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ള പല പാസ്റ്റേഴ്സിന്, അതായത് ഇൻ്റർനാഷണൽ യൂസ് ചെയ്യുന്ന പല ദൈവദാസന്മാർക്കും ദൈവദൂതന്മാർ കൊടുത്തിരിക്കുന്നത് ഇതാണ് ഓപ്പൺ ഡോർസ്. അപ്പോൾ ഞാൻ അവരുമായിട്ട് സംസാരിച്ച് എന്നോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ 2024 മുതൽ അങ്ങോട്ട് ഒരു റിവൈവലിൻ്റെ ഇയറാണ്. ലോകവ്യാപകമായി ദൈവം തെരഞ്ഞെടുത്ത, ദൈവം കണ്ടിരിക്കുന്ന റിവൈവലിസ്റ്റുകൾക്ക് മാത്രമേ ഈ ഓപ്പൺ ഡോർ കിട്ടിയിട്ടുള്ളൂ. ഹല്ലേലൂയ. അന്ന് ഞാൻ മനസ്സിലാക്കി, നമ്മുടെ സഭയിൽ റിവൈവൽ നടക്കും. ഈ പട്ടണത്തിനകത്തൊരു ദൈവത്തിന്റെ സഭയിൽ റിവൈവൽ നടക്കും. കാരണം ദൈവം കണ്ടിരിക്കുന്ന, ഉണർവിന് വേണ്ടി കണ്ടിരിക്കുന്ന വ്യക്തികൾക്കാണ് സ്വർഗം ഈ വർഷം ഓപ്പൺ ഡോർ കൊടുത്തിരിക്കുന്നത്. അത് ദൈവമാണ് തന്നതെങ്കിൽ അത് ഞാൻ വിശ്വസിക്കുന്ന സ്വർഗത്തിലെ ദൂതനായത് തന്നത്. അത് ജനുവരിയിൽ തന്നെ എൻ്റെ ലൈഫിൽ ദൈവം തെളിയിച്ചു. വർഷങ്ങളായി പാസ്പോർട്ടിൽ വിസ അടിക്കാത്ത എൻ്റെ പാസ്പോർട്ടിനെ സ്റ്റക്കായിരുന്ന 2018 മുതൽ സ്റ്റക്കായി വിസ അടിക്കാൻ പറ്റാതിരുന്ന എൻ്റെ പാസ്പോർട്ടിൽ തന്നെ ഞാൻ പറഞ്ഞ ദൂത് ആദ്യം പ്രാപിച്ച ഞാനാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവം അത് തുടങ്ങി കഴിഞ്ഞു, ഓപ്പൺ ഡോറുകളായി കഴിഞ്ഞു. അത് ഏറ്റെടുത്ത് വിശ്വസിച്ചവരെല്ലാം വിടുവിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ വർഷം നിനക്ക് നിന്റെ ലൈഫിൽ അടഞ്ഞ വാതിലുകൾ ഉണ്ടാകത്തില്ല. ഈ വർഷം ഒരു വാതിലും അടയത്തില്ല. എല്ലാ ഭൗതിക വഴികളും ആത്മീക വഴികളും എല്ലാം നിനക്കായി തുറക്കാൻ പോവുക. ഡോറുകൾ ഓപ്പൺ ആകാൻ പോകുന്നു. ഡോറുകൾ ഓപ്പൺ ആകാൻ പോവുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. അപ്പോൾ യാക്കോബ് തന്റെ നഗ്ന നേത്രം കൊണ്ട് ഒരു ദൂതനെ കണ്ടു. പിന്നീടും മുന്നോട്ട് പോകുമ്പോൾ യാക്കോബ് പോകുന്ന വഴിയിൽ മഹനയീം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചൊരു ദൈവത്തിന്റെ സേനയെ കാണുന്നുണ്ട്. അവിടെ മഹനയീം എന്ന് പേരിട്ട്. ഹല്ലേലൂയ. വീണ്ടും ദൈവം യാക്കോബ് യാബോക്കിന്റെ തീരത്ത് വെച്ച് ദൈവമായിട്ട് മല്ല് പിടിച്ച് ജയിച്ചപ്പോൾ അവിടെ പെനിയേൽ എന്നിട്ടു ദൈവം, യാക്കോബ് ഇട്ടു. പക്ഷേ 20 വർഷങ്ങൾക്ക് മുമ്പ് സ്വപ്നത്തിൽ കണ്ട ദൂതനെ 20ാമത്തെ വർഷം ഫിസിക്കലി ആ ദൂതനുമായിട്ട് മല്ല് പിടിച്ചു. ഹല്ലേലൂയ. ആരംഭം നീ സ്വപ്നത്തിലായിരിക്കാം, പിന്നത്തേതിൽ നീ നേരിട്ട് ദൂതനുമായിട്ട് കണക്ട് ആവും. നിന്റെ ഫിസിക്കൽ ഐസ് കർത്താവിനോട് വ്യക്തമായി പറയും. ഇന്ന് നീ വിശ്വസിച്ചാൽ വരുന്ന കാലഘട്ടങ്ങളിൽ നീ ഇന്ന് സ്വപ്നത്തിൽ കാണുന്ന ഏഞ്ചൽസുമായി നീ നിന്റെ ഫിസിക്കൽ റിലത്തിൽ നീ ആ ദൂതനുമായി എൻകൗണ്ടർ സംഭവിക്കും. നിന്റെ നഗ്ന നേത്രം കൊണ്ട്
നീ ചില ദൂതന്മാരെ കാണാൻ പോകുന്നു. അങ്ങനെയുള്ള ചിലരുടെ മേൽ ദൈവത്തിന്റെ തീ ഇറങ്ങുകയാണ്. ഏഞ്ചലിക്കൽ മനുഷ്യകൾ, ഏഞ്ചൽസുകൾ നേരിട്ട് ചില വ്യക്തികളെ നേരിട്ട് ഫിസിക്കലായി നിന്റെ കണ്ണുകൊണ്ട് നേരിട്ട് ഇന്ന് സ്വപ്നം കാണുന്ന നീ, ഇന്ന് ചില സ്പർശനങ്ങൾ അനുഭവിക്കുന്ന നീ, വരും കാലഘട്ടങ്ങളിൽ നേരിട്ട് ദൈവമായി ദൂതന്മാരുമായി ഒരു ഫിസിക്കൽ എൻകൗണ്ടർ. യെസ്, ഹല്ലേലൂയ, ജീസസ് നെയിം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഒന്നാമത് പറഞ്ഞാട്ടെ, ഗബ്രിയേൽ. എന്താണ്? മെസ്സേജ് തരുന്ന ദൂതൻ ഗബ്രിയേൽ. രണ്ടാമത്തെ ദൂതന്റെ പേരാണ് മിഖായേൽ. പറഞ്ഞാട്ടെ, മിഖായേൽ. ആ മിഖായേൽ എന്ന് പറയുന്നത് സ്വർഗത്തിലെ ദൂതന്മാരുടെ സൈന്യാധിപനാണ്. ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന മിഖായേൽ. ഹല്ലേലൂയ. ഒരിക്കല് ഈ നന്ദാവനം ആ ക്യാമ്പിനകത്ത് ഒരു PV ആശാരി എന്ന് പറയുന്ന ദൈവത്തിൻ്റെ അഭിഷിക്തൻ കൺവെൻഷനിൽ പ്രസംഗിച്ചുകൊണ്ട് നിന്നപ്പോൾ തോക്കുധാരികളായ പോലീസുകാരെല്ലാം കൂടെ നിർത്തടാ നിന്റെ കൺവെൻഷനും പ്രസംഗം എന്ന് പറഞ്ഞ് അവിടെ കൂടിയപ്പോൾ ആ ഏഞ്ചലിക്കൽ മിനിഷി അവിടെ PV ആശാരി വിളിച്ചു പറഞ്ഞു, ഗബ്രിയേലെ, മിഖായേലെ, ഇറങ്ങി വാടാ. ഹല്ലേലൂയ, ഇവരെയൊക്കെ തൊടാൻ പറഞ്ഞു. അവിടെ വന്ന് കൂടിയ സകല പോലീസുകാരും പാരലൈസറായി പോയെന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മിനിഷിയിൽ ഭയങ്കരമായി ദൂതന്മാരിറങ്ങുമായിരുന്നു. അദ്ദേഹം ഒരു കാര്യം കൽപ്പിച്ചാൽ അത് സംഭവിക്കും. അപ്പം തന്നെ ദൂതന്മാർ ചെന്ന് അത് ചെയ്തിട്ടേ വരുവുള്ളൂ. അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിലൊരു ദൂതനുണ്ടായിരുന്നു, ഡെത്തിൻ്റെ, മരണം കൊടുക്കുന്ന, പണിഷ്മെൻറ്റ് കൊടുക്കുന്ന ഒരു ഏഞ്ചൽ ഉണ്ടായിരുന്നു പുള്ളിയുടെ കൂടെ. പുള്ളി എവിടെയെങ്കിലും എഴുന്നേറ്റ് നിന്ന് മറ്റേ കാര്യം തുറന്ന് വല്ലതും പറഞ്ഞാൽ അവൻ അന്ന് 9 മണിക്ക് ചാവും എന്ന് പറഞ്ഞാൽ 9 മണിക്ക് ചാവും. പാവപ്പെട്ട ഒരു അമ്മച്ചി അതിലൊരു മരണത്തിന് പോയി, ഒരു മരണ വീട്ടിൽ പോയി. മരണ വീട്ടിൽ ആ കൂട്ടം മരണ അടക്ക ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. PV ആശാരി അപ്പുറത്തെ വീട്ടിൽ പോയി. അവിടെ പോയപ്പോൾ ഒരു അമ്മച്ചി വന്ന് ആശാരി ഉപദേശിയെ കണ്ടു പറഞ്ഞ് തന്നെ ചായ ഇട്ടുകൊണ്ട് കൊടുത്തു. ആശാരി ഉപദേശി അമ്മച്ചി സംസാരിച്ചുകൊണ്ടിരുന്നു. ചായ കുടിച്ചിട്ട് ആശാരി പറഞ്ഞു, അടുത്ത ആഴ്ച കാണാം അമ്മച്ചി എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അടുത്ത ആഴ്ച ഇതുപോലെ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മച്ചി ചാവൂ എന്ന് പറഞ്ഞു. ആ അടക്കത്തിന് ഞാൻ വരും എന്ന് പറഞ്ഞിട്ട് പോയി. ഒരു ഡെത്തിൻ്റെ ഒരു ഏഞ്ചൽ. ഹാലലൂയ. അപ്പോസ്തലിക പ്രവൃത്തി പുസ്തകത്തിനകത്ത് 5-ാം അധ്യായത്തിനകത്ത് സബീറ, ഹാലലൂയ, ദൈവത്തിൻ്റെ സഭ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച് അന്നത്തെ ആ കാലഘട്ടങ്ങളിൽ വസ്തുവകളും എല്ലാം കൊണ്ടുവന്ന് വയ്ക്കുമായിരുന്നു. പക്ഷേ പ്രാർത്ഥിച്ച ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരെ വെല്ലുവിളിച്ചുകൊണ്ട് അനന്യാസും സബീറയും കൂടെ വസ്തു വിറ്റിട്ട് ആരും അറിയാതെ ഹിഡനായിട്ട് ബാങ്കിൽ കൊണ്ടിട്ട് പുട്ടടിച്ച് തിന്നുകൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. പത്രോസിൻ്റെ അടുത്ത് പത്രോസ് പറഞ്ഞു, എത്രയ്ക്ക് വിറ്റു? ഭർത്താവും ഭാര്യ ഒത്തതുകൊണ്ട് അവർ നേരത്തെ പറഞ്ഞു പോയി ഭാഷ ചോദിച്ചാൽ പറയണം എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അനന്യാസ് പറഞ്ഞു, ഇത്രയ്ക്കേ വിറ്റതുള്ളൂ, നിന്നെ കൊണ്ടുപോകാൻ വേണ്ടി ദൂതന്മാരാ വെളിയിരിക്കണമെന്ന് പറഞ്ഞു. അപ്പം തന്നെ തട്ടിപ്പോയി, പഞ്ഞി വെച്ച് വെളിയിലാക്കി. ഹല്ലേലൂയ. ഭാര്യ ഇത് അറിയാതെ വന്ന ഭാര്യ അതിനേക്കാളും കള്ളി. ഭർത്താവും കള്ളൻ, കള്ളനും കള്ളിയും അതിൽ കണക്ട് ആവുന്നത് എപ്പോഴും. പിന്നെ എന്തോ പറയുമല്ലോ, ഒരു ചക്കിക്കൊത്ത. അതാണ് എപ്പോഴും ഉണ്ടാവും. ചില അപൂർവ കേസുകൾ മാത്രമേ അങ്ങനെ അല്ലാതുള്ളൂ, ബാക്കിയെല്ലാം അങ്ങനെയാ. ഹല്ലേലൂയ. അപ്പോൾ വൈഫും വന്നു അതേപോലെ പറഞ്ഞപ്പോൾ പറഞ്ഞു, നിന്റെ ഭർത്താവിനെ കൊണ്ടുപോയ ആളതാ വെളിയിക്കുന്നു, കൊണ്ടുപോകാൻ 2 എണ്ണത്തിനെ കൊണ്ടുപോയി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഡെത്തിൻ്റെ പണിഷ്മെന്റ് കൊടുക്കുന്ന ചില ഏഞ്ചൽസ് ഉണ്ട്. ചില സ്പെഷ്യൽ അനോയിന്റിങ്ങും വീര്യപ്രവൃത്തിയുടെ കൃപാവരമുള്ള പിന്നെ ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരുടെ മേലെ അവരെ കൂടെ ഇത് കാണും. അവരത് പറഞ്ഞാൽ അത് സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെയുള്ള ശുശ്രൂഷകൾ ചെയ്യുന്ന ഏഞ്ചൽസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് മിഖായേലാണ്. മിഖായേലിനെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ദാനിയേലിൻ്റെ പുസ്തകത്തിനകത്ത് ദാനിയേൽ ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ ഉപവാസ പ്രാർത്ഥനയുടെ ആ പ്രാർത്ഥനകളെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി പാഴ്സി രാജാവ് ആകാശ മണ്ഡലങ്ങളിൽ കയറി ഈ പ്രാർത്ഥനയെ ബ്ലോക്ക് ചെയ്യാൻ വന്നപ്പോൾ ദാനിയേൽ കാണുകയാണ്, മിഖായേൽ ഇറങ്ങി വന്ന് ആ ആകാശമേഘങ്ങളിൽ വന്ന് അവിടെ യുദ്ധം ചെയ്തതിനെ വെട്ടിക്കളഞ്ഞിട്ട് ആ ദാനിയേലിന്റെ പ്രാർത്ഥനയെ സ്വർഗത്തിൽ എത്തിച്ചതുപോലെ ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിനക്ക് വിരോധമായി വരുന്ന സകല പൈശാചിക മണ്ഡലങ്ങളെയും ആകാശമേഖലകളിൽ വ്യാപരിക്കുന്ന ദുരാത്മക്കെട്ടുകളെ എന്നേക്കുമായി വെട്ടിക്കളയാൻ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ, അതാണ് മീഖായേൽ, സർവ സൈന്യാധിപനായ മീഖായേൽ ഇന്ന് പകൽ ചിലരുടെ ഭവനത്തിനകത്തിറങ്ങട്ടെ. നിനക്ക് വിരോധമായി ശത്രു ഉണ്ടാക്കുന്ന സകല പൈശാചിക വ്യാപാരങ്ങളെയും വാഗ്ദത്തമുള്ളവന് വിരോധമായി വാഗ്ദത്തമുള്ളവന്റെ പ്രാർത്ഥനകളെ ബ്ലോക്ക് ചെയ്യാൻ
ഉപവാസങ്ങളെ ബ്ലോക്ക് ചെയ്യാൻ, ആരാധനകളെ ബ്ലോക്ക് ചെയ്യാൻ, വ്യാപരിക്കുന്ന പൈശാചിക ശക്തികളെ വെട്ടിക്കളയാൻ മീഖായേലിനെ യേശുവിൻ നാമത്തിൽ റിലീസ് ചെയ്യുന്നു. യെസ്, ഓ ഹീബ ക്ഷീരമരക്ഷ ദിവനക്ഷാരവ ഹീബ ശന്ധ ഹീബ ശന്ധ രഗദല മാനവ ഹീബ ക്ഷീരമരക്ഷ ഹീബ ശന്ധ രഗദോ ദിവനക്ഷാരവ ഹീബ ക്ഷീരമരക്ഷ ഭാരവ ഹീബ ശന്ധ. ഓ ശ്രീ മഹാശാഥോ ശ്രീ ശ്രീ കമാനവ ക്ഷഭാരവ ദിവാനവ ശന്ധനവരഗദോ ശ്രീമാനവ ക്ഷഭാരവ ഹീബ ക്ഷീരവ സെറിയേ. യെസ്, മീഖായേൽ പണിഷ്മെന്റ് നടത്തുന്ന, ഡെത്ത് കൊടുക്കുന്ന, മരണം വിതയ്ക്കുന്ന ദൂതന്റെ പേരാണ് സെറിയേൽ. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. അത് ഇവിടെ നിന്ന് വരാതിരിക്കട്ടെ. ആ ഏഞ്ചൽസിനെ നമുക്ക് ദൈവം വഹിക്കുന്നെങ്കിൽ വരട്ടെ. പ്രൈസ് ദി ലോർഡ്. അല്ലെന്നുണ്ടെങ്കിൽ പണിഷ്മെന്റുകളുടെ കൂട്ടം പെരുമാതായിരിക്കും. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അപ്പോൾ ഗബ്രിയേൽ, മിഖായേൽ, അടുത്തത് നമ്മുടെ സഭയിൽ വെളിപ്പെടാൻ പോകുന്ന ഒരു ഏഞ്ചലാണ് റാഫേൽ. എന്താണ് റാഫേൽ? ഹല്ലേലൂയ, ഹീലിംഗ്. ഹല്ലേലൂയ. എല്ലാ സഭകൾക്കകത്തും കൂട്ടമായി രോഗികൾ സൗഖ്യമാകുന്ന, വീൽ ചെയറിൽ ഇരിക്കുന്നവർ ചാടി എഴുന്നേക്കുന്ന, ബെതസ്ത കുളത്തിനകത്ത് ഇറങ്ങിയ ദൈവത്തിന്റെ ദൂതൻ രോഗസൗഖ്യത്തിന്റെ, പൈശാചിക ബന്ധനങ്ങളെ അഴിക്കുന്ന, രോഗികളെ സൗഖ്യമാക്കുന്ന, ഭൂതങ്ങളെ പുറത്താക്കുന്ന, വലിയ വ്യാധികളെ വെട്ടിക്കളയുന്ന ദൈവത്തിന്റെ ദൂതന്റെ പേരാണ് റാഫേൽ. ഈ ദൈവസഭയ്ക്കകത്ത് ഇന്ന് പകൽക്കാല റാഫേൽ, ഏഞ്ചലിക്കൽ മിനിസ്ട്രി റാഫേലിനെ ആക്ടിവേറ്റ് ചെയ്യുകയാണ്. ആക്ടിവേറ്റ് ചെയ്യുന്നു, റിലീസാകട്ടെ. ദൈവസഭയിൽ കൂട്ടമായ രോഗസൗഖ്യങ്ങൾ, ഹീലിംഗുകൾ, ഡെലിവറൻസുകൾ നടക്കപ്പെടേണ്ടതിന് യേശുവിന്റെ നാമത്തിൽ റാഫേൽ, റാഫേൽ ഏഞ്ചൽസിനെ റിലീസ്, റിലീസ്, ഫയർ. ഞങ്ങൾ ആക്ടിവേറ്റ് ചെയ്യുന്നു, അൺലോക്ക് ചെയ്യുന്നു, അൺലോക്ക് ചെയ്യുന്നു. ഏഞ്ചൽസ് സെറിയേലിനെ അൺലോക്ക് ചെയ്യുന്നു, സെറിയേലിനെ, റാഫേലിനെ. യെസ്, അൺലോക്ക്. സെറിയേലിനെ ലൈഫ് റിലീസ് ചെയ്ത്, അൺലോക്ക് ചെയ്ത് യേശുവിൻ നാമത്തിൽ റാഫേലിനെ, മീഖായേലിനെ, ഗബ്രിയേലിനെ അൺലോക്ക് ചെയ്ത് ഞങ്ങളുടെ ലൈഫിലോട്ട് റിലീസ്, റിലീസ്, റിലീസ്. ഹല്ലേലൂയ, ജീസസ്. അടുത്തൊരു ഏഞ്ചൽ ഉണ്ട്, പ്രാപിച്ചോ. അത് വന്നു കഴിഞ്ഞാൽ നീ പേര് വിളിച്ച് തൂത് പറയും. നീ പേര് വിളിക്കുന്ന അഡ്രസ്സ് പറയും. നമ്മളെ ടിജോ പാഷും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പേര് വിളിക്കുന്ന ദേവാസന്മാർ വന്നിട്ട് ഞാൻ ഇതാ ഒരു ഏഞ്ചൽ എന്നെ നേരെ നിങ്ങളുടെ വീട്ടിൻ്റെ റൂമിൽ കൊണ്ടുപോകുന്നു, അതിൻ്റെ അലമാരയിൽ എൻ്റെ ഇരിക്കുന്ന ഫയലിനെ എടുക്കുന്നു. നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ നമ്പർ ഇത്രയല്ലേ, നിൻ്റെ ഫോൺ നമ്പർ ഇത്രയല്ലേ, നിൻ്റെ പിന്നെ ഭർത്താവിൻ്റെ പേര്, ഭാര്യയുടെ പേര്, മക്കളുടെ പേര്, ഇതെല്ലാം പറയുന്ന ഉറിയേൽ എന്ന് പറയുന്ന ഒരു ദൂതൻ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ അത് വേണമെന്നുള്ളവർ പ്രാപിച്ച ഏഞ്ചലിനെ റിലീസ് ചെയ്യുകയാണ് യേശുവിൻ നാമത്തിൽ. ദൈവസഭയ്ക്കകത്ത് ഞങ്ങൾ ഇന്ന് പകൽക്കാലം ഊറിയേൽ എന്ന് പറയുന്ന ഏഞ്ചലിനെ റിലീസ് ചെയ്യുന്നു. വിസ്ഡം, വിസ്ഡം, നോളജ് ആൻഡ് വിസ്ഡം, അണ്ടർസ്റ്റാൻഡിംഗ് ആൻഡ് റെവലേഷൻ. യേശുവിന്റെ നാമത്തിൽ അഡ്രസ്സുകൾ, ഫോൺ നമ്പറുകൾ, പാസ്പോർട്ട് നമ്പറുകൾ. ഓ നോളജ് ആൻഡ് വിസ്ഡം, നോളജ് ആൻഡ് വിസ്ഡം. റിലീസ്, റിലീസ്, റിലീസ്. ഊറിയേൽ എന്ന് പറയുന്ന ഏഞ്ചലിനെ റിലീസ് ചെയ്യുന്നു. ദൈവസഭ ഞങ്ങൾ റിസീവ് ചെയ്യുന്നു. അൺലോക്ക്, അൺലോക്ക് ദി ഏഞ്ചലിക്കൽ മിനിസ്ട്രി. യെസ്, പ്രൊഫറ്റിക്കൽ റെവലേഷനുകൾ വെളിപ്പെടുന്ന ഊറിയേൽ ഞങ്ങൾ ഈ ദൈവസഭയിലേക്ക്, വ്യക്തികളിലേക്ക് റിലീസ് ആവുകയാണ്. ഹല്ലേലൂയ, ജീസസ്. രോഗോരേശേരി ഭാരവവ ക്ഷമരവ വിമാനവ ശന്ധരവ രക്ഷഭാരവരീവ ക്ഷംഭാരവ. ഹല്ലേലൂയ, സ്തോത്രം. ശമൂവേൽ പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞു, രാജാവിനെ ചോദിച്ചത് കൊണ്ട്, ഹല്ലേലൂയ, ദൈവത്തിനും ശമൂവേൽ എന്ന പ്രവാചകനും അനിഷ്ടമുണ്ടായി ദൈവജനത്തിനോട്. ഉടനെ അവിടെ ഒരു ദൂതൻ ഇറങ്ങി, ഇടിയും മിന്നലും ഉണ്ടായി. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ ദൂതന്റെ പേരാണ് റാമുവേൽ. എന്താണ്? രാമുവേൽ. ഹല്ലേലൂയ. ആ ദൂതൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇടിയും മിന്നലും ഉണ്ടാകും. ഒരു ദൈവസഭ, ഇതൊക്കെ അന്ത്യകാലത്ത് വെളിപ്പെടട്ടെ. ദൈവസഭകൾക്കകത്ത് ഇടി മിന്നലുകൾ പോലെ ദൈവശക്തി വെളിപ്പെടട്ടെ.
അല്ല, ശമൂവേലിന്റെ കാലത്ത് ഒറ്റ വാക്ക്, ഇടിയും മിന്നലും ഉണ്ടായതുപോലെ തണ്ടറിങ് ആൻഡ് ലൈറ്റനിങ്, ആ സ്പിരിറ്റ്, സാധാരണമായ ഏഞ്ചലിനെ ഞങ്ങൾ റിലീസ് ചെയ്യുകയാണ്. ദൈവത്തിന്റെ മഹത്വം, ഗോഡ്, ദൈവത്തിന്റെ ഗ്ലോറി ഇറങ്ങുവാൻ നീ പോകുന്ന വീടുകളിൽ. ഒരു ദൈവത്തിന്റെ ദാസനുണ്ടായിരുന്നു, 2 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു ദൈവദാസൻ. അദ്ദേഹം ഏതെങ്കിലും വീട്ടിൽ കാല് ചവിട്ടാൽ വീട് കുലുങ്ങും. വീടങ്ങ് കുലുങ്ങി വിറച്ച് വീട് ഇരിക്കുന്ന സ്ഥലവും ഭൂമിയും കുലുങ്ങും. അദ്ദേഹത്തിന്റെ കൂടെ ചലിച്ച ദൈവത്തിന്റെ ദൂതനാണ് ഞാൻ ഇപ്പൊ പറഞ്ഞ ഹല്ലേലൂയ റാമുവേൽ. ഹല്ലേലൂയ. ഭയങ്കരമായ ഏഞ്ചൽ. അത് ഇറങ്ങിയാൽ ഇടിമിന്നലുണ്ടാകും. നോക്കിക്കോണം, എത്രായിരം ഏഞ്ചൽസും ഓരോ ശുശ്രൂഷകന്മാരെ കൂടെ ഉണ്ടെന്ന് അറിയാമോ? ഓരോരുത്തർക്കും വ്യത്യസ്തമായ രീതിയിലുള്ള ഏഞ്ചൽസാണ് ഉള്ളത്. ആ ഏഞ്ചൽ ഉള്ളത് കൊണ്ടാണ് അവരുടെ മിനിസ്ട്രി വ്യത്യസ്തമായി മാറുന്നത്. എന്താണ് വ്യത്യാസമായ ശുശ്രൂഷകൾ? മരിച്ചവരെ എഴുന്നേൽപ്പിക്കുന്നവർ, രോഗികളെ സൗഖ്യമാക്കുന്നവന്റെ കൂടെ എന്താണുള്ളത്? ഞാനിപ്പോൾ പറഞ്ഞത് റാഫേൽ. രോഗസൗഖ്യങ്ങൾ അലനിലൂടെ വെളിപ്പെട്ട ഹീലിംഗ് മിനിസ്ട്രികൾ. അപ്പോൾ റാഫേലിന്റെ ആ ഏഞ്ചൽ ഇറങ്ങി നിന്ന് ചെയ്യുക, പുള്ളിയല്ല ചെയ്യുന്നത്. ആ ഏഞ്ചൽ സഹായിക്കുക, ഹെൽപ്പ് ചെയ്യുക, വരുന്നവരെയൊക്കെ തൊട്ട് സൗഖ്യമാക്കി എഴുന്നേറ്റ് ഓടുക. ആ റാഫേൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ സഭയിൽ ആര് വന്നാലും അവർ ചാടി എഴുന്നേറ്റ് ഓടിക്കോളും. എല്ലാ പാരലൈസറായ ആൾക്കാർ ചാടി എഴുന്നേറ്റ് സൗഖ്യമായി ഹീലായി പുറത്തു വരും. ഹല്ലേലൂയ. ഗബ്രിയേലും മിഖായേലും റാഫേലും ഒക്കെ ഞങ്ങൾ ആക്ടിവേറ്റ് ചെയ്യുകയാണ്, ദൈവസഭയ്ക്കകത്ത് റിലീസ് ചെയ്യുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. അടുത്ത ഒരു ഇതാണ് നമ്മുടെ ഫൈനാൻസിന്റെ ഏഞ്ചൽ. എന്താണ്? എത്ര പേർക്ക് ഫൈനാൻസ് വേണം? ഒരുപാട് ദൈവദാസന്മാരെ അനേക ആൾക്കാർ കുറ്റം പറയാറുണ്ട്. അവർ പണത്തിന് വേണ്ടി ചെയ്യുന്നു, പണം സമ്പത്ത് ചോദിക്കുന്നു, വരുമാനം ചോദിക്കുന്നു, പൈസ ചോദിക്കുന്നു. അവരൊക്കെ കാർ വാങ്ങിക്കുന്നു, വീട് വാങ്ങിക്കുന്നു, സ്ഥലങ്ങൾ വാങ്ങിക്കുന്നു, ഏക്കറുകളിൽ സ്ഥലം വാങ്ങിക്കുന്നു, മറ്റുള്ളവർ പറ്റിക്കുന്നു, വഞ്ചിക്കുന്നു. ഇതൊക്കെ ഈ വെളിപ്പാടും ദർശനവും വെളിവും ഇല്ലാത്ത കുറേ എണ്ണം പറഞ്ഞുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഒരു മനുഷ്യൻ പോലും 5 പൈസ നിനക്ക് തരണമെന്നുണ്ടെങ്കിൽ നിന്റെ കൂടെ ദൈവത്തിൻ്റെ ഗ്ലോറി ഉണ്ടെങ്കിൽ പറ്റും. ഹല്ലേലൂയ. നീ ഒരു ബ്ലെസ്സിങ് പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ നിന്റെ കൂടെ അപ്പോയിന്റ് ചെയ്തൊരു ഏഞ്ചൽ ഉണ്ടായിരിക്കണം. ചില പാസ്റ്റേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്, അദ്ദേഹം അവരെവിടെ പോയാലും ഗോൾഡ് കൊടുക്കും. ആൾക്കാർ വളരെ പിശുക്കമായ അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവരായിരിക്കും കൊടുക്കുന്നത്. എന്താ അവർക്ക് കൊടുക്കാൻ കാരണം? മറ്റുള്ളവർക്കൊന്നും കൊടുക്കുന്നില്ല. അപ്പോൾ മറ്റുള്ളവർക്ക് അസൂയ പിടിച്ചവന്മാർ പറയും അവൻ്റെ കയ്യിൽ മാജിക്കാണ്, മന്ത്രം ചെയ്യുകയാണ്, അവൻ വശീകരിക്കുകയാണ്, അവൻ അത് ചെയ്തു ഇത് ചെയ്തു. പക്ഷേ ആ വ്യക്തിയുടെ കൂടെ ഒരു ദൂതനുണ്ട്, ഒരു ഫൈനാൻസിൻ്റെ ഏഞ്ചലുണ്ട്. ആ ഏഞ്ചൽ നിൻ്റെ മേൽ വന്നാൽ നീ ഫൈനാൻസ് മേഖലയിൽ അബ്രഹാമിനെ പോലെ വർദ്ധിക്കും, പെരുകും. സ്ഥലങ്ങളും വീടുകളും നിലകളും കാറുകളും ഒക്കെ ഗിഫ്റ്റായിട്ട് നിൻ്റെ കാൽ കീഴിൽ കൊണ്ടുവന്ന് വയ്ക്കും. അത് ഏഞ്ചൽ നിൻ്റെ കൂടെ ഉണ്ടെങ്കിലേ നടക്കത്തുള്ളൂ. ആ ഏഞ്ചല് ചിലർക്ക് ദൈവം അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് ആ അഭിഷിക്തന്മാരും ആ പാർഷന്മാരും ആ ലെവലിൽ കയറി വരുന്നത്. ഒരു സാധാരണ ശുശ്രൂഷ ഒരിടത്ത് പോയി 5000 രൂപ കൊടുക്കുമെങ്കിൽ ഈ ഫൈനാൻസ് ഏഞ്ചലിലുള്ള ദൈവദാസൻ അവിടെ കയറി ചെന്നാൽ 2 ലക്ഷം രൂപ കൊടുക്കും. ഒരു സാധാരണക്കാരൻ ഒരിടത്ത് ചെല്ലുമ്പോൾ അവന് കിട്ടുന്നതിനേക്കാളും ഭയങ്കരമായ 5 സ്റ്റാർ ഫെസിലിറ്റി അവന് കൊടുക്കും. അന്ന് പിന്നെ 5000 രൂപയും 1000 രൂപ പോലും കൊടുക്കാത്തവർ ഈ പുള്ളി ചെന്ന് കഴിഞ്ഞാൽ ലക്ഷങ്ങൾ കൊടുക്കും. കാരണം അദ്ദേഹത്തിൻ്റെ കൂടെ ഏഞ്ചലുണ്ട്. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക, ഓരോ പാർഷന്മാരും ശുശ്രൂഷകരും വിശ്വാസികളുടെ കൂടെ ഏഞ്ചൽസ് ഉണ്ട്. ആ ഏഞ്ചൽസ് ഉള്ളത് കൊണ്ടാണ് അവരുടെ മിനിസ്ട്രിയും അവരുടെ ബ്ലെസ്സിങ്ങും വ്യത്യസ്തമായി മാറുന്നത്. ഹല്ലേലൂയ. കേരളത്തിൽ തന്നെ ചില ദേവാസന്മാരുണ്ട്, അവർ പോകുന്ന ഇടങ്ങളിൽ 5 ലക്ഷവും 10 ലക്ഷവും ഒക്കെയാണ് കൊടുക്കുന്നത്. മറ്റുള്ള പാർഷന്മാർ അവരെ നോക്കി അസൂയപ്പെട്ട് പലതും പറയും, പലതും എഴുതും. അവരുടെ വീട് കോഴിക്കോട് പോലെ ഇരിക്കുന്നു, ഇവരുടെ വീട് ലിഫ്റ്റൊക്കെ വെച്ച് പഠിക്കുന്നു. അപ്പോൾ ഭയങ്കര അസൂയുണ്ട്. പക്ഷേ അവർ ഉണ്ടാക്കിയതല്ല, ദൈവം കൊടുക്കുന്നതാണത്. ദൈവം ഒരു മനുഷ്യനെ വിളിച്ചിട്ട് ദൈവത്തിന് കരുണ തോന്നി ദൈവം കൊടുക്കുന്ന ചില ഗിഫ്റ്റുകളാണത്. അപ്പം നിങ്ങൾ ദൈവത്തോടാണ് മറന്നിരിക്കുന്നത്, ദൈവത്തോടാണ് യുദ്ധം ചെയ്യുന്നത്. ഒരു ശുശ്രൂഷകന് വിരോധമായി ഒരാൾ എഴുന്നേറ്റാൽ ആ വ്യക്തി നേരിട്ട് ദൈവത്തോട് യുദ്ധം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഒരു അഭിഷിക്തന് വിരോധമായി ഒരു വിരൽ ചൂണ്ടിയാൽ അതിൻ്റെ അർത്ഥം നീ നേരെ ദൈവത്തോട് വിരൽ ചൂണ്ടുന്നു എന്നുള്ളതാണ്. അത് ദൈവത്തിൽ നിന്ന് തന്നെ അടി വരുന്നു. പ്രൈസ് ദി ലോർഡ്. ആ പാഷന്മാർ ഇത് അറിയത്ത് പോലും ഇല്ലായിരിക്കാം. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ആരെയും ജഡ്ജ് ചെയ്യരുത്. നീ വെളിപ്പാടില്ലാത്ത വെളിവില്ലാത്ത നീ ജഡ്ജ് ചെയ്ത് അവസാനം ഒന്നുമില്ലാതായി പോകരുത്. ഹല്ലേലൂയ. അപ്പോൾ ആ ദൈവത്തിൻ്റെ
ദൂതന്റെ പേരാണ് സെഖിയേൽ. പറഞ്ഞാട്ടെ, സെഖിയേൽ. എല്ലാവരും പറഞ്ഞ സെഖിയേൽ. ഇന്ന് എത്ര പേർക്ക് ആ സെഖിയേൽ വേണം? ഫൈനാൻസ്. നിന്റെ ജീവിതത്തിലെ ദാരിദ്ര്യവും ദുഃഖവും ദുരിതവും ശാപവും പൊട്ടി നിന്റെ അക്കൗണ്ടുകളിലേക്ക് ഫൈനാൻസ് ഓപ്പണായി വരാൻ സെഖിയേൽ എന്ന് പറയുന്ന ഫൈനാൻസിന്റെ, ഊറിയേൽ എന്നും സെഖിയേൽ എന്നും പറയുന്ന രണ്ട് ഏഞ്ചലിനെ ഇന്ന് പകൽ സെഖിയേൽ, അത് ഏഞ്ചൽ ഓഫ് സെഖിയേൽ, ഫൈനാൻസ് ഗ്ലോറി വെളിപ്പെടേണ്ടതിന്, ചിലരുടെ ലൈഫിലോട്ട് ആ ഫൈനാൻസ് ഓപ്പൺ ആയി വരേണ്ടതിന് ആ ഏഞ്ചലിനെ ഞാൻ ആക്ടിവേറ്റ് ചെയ്യുകയാണ്. ആക്ടിവേറ്റ് ചെയ്യുന്ന സെഖിയേൽ, ഏഞ്ചൽ ഓഫ് സെഖിയേലിനെ ഞാൻ റിലീസ് ചെയ്യുന്നു. ഫൈനാൻസിനെ റിലീസ് ചെയ്യുന്ന ഏഞ്ചൽസ് യേശുവിന്റെ നാമത്തിൽ റിലീസ്. ഫൈനാൻസ് ഏഞ്ചൽസ്, ഫൈനാൻസ് ഏഞ്ചൽസ് ചില വ്യക്തികളുടെ ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ആക്ടിവേറ്റ് ചെയ്ത് അൺലോക്ക് ചെയ്യുന്നു. സെഖിയേലിനെ, ഊറിയേലിനെ, യേശുവിന്റെ ബറാഖേലിനെ, റസിയേലിനെ, ഹനിയേലിനെ, ഊറിയേലിനെ, ജെറമിയേലിനെ, ഏരിയേലിനെ ഞങ്ങൾ റിലീസ് ചെയ്യുന്ന അബണ്ടൻസിനെ, ഏരിയൽ അബണ്ടൻസ് ഏഞ്ചൽസിനെ I release my life and the church this day, today I release and unlock the Raphael, Gabriel, Michael, Seriel in the name of Jesus, Sekiel and Uriel in the name of Jesus, in the name of Jesus I release the angelical ministry. അതിനെ ഞാൻ ആക്ടിവേറ്റ് ചെയ്യുക. യെസ്, യേശുവിന് അധികാരമുള്ള നാമത്തിന് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടട്ടെ. അസാധാരണമായ ദൈവത്തിന്റെ ദിവസം എഴുന്നേറ്റ് നിന്നാട്ടെ. ദൈവസന്നിധിയിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ, സ്തോത്രം. കണ്ണുകൾ അടയ്ക്കാം. കർത്താവിന്റെ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ഏൽപ്പിച്ച് സ്വർഗത്തിൽ ഇതിന് അനവധി ദൂതന്മാരുടെ പേര്, ഏഞ്ചൽസുകളുണ്ട്. അനവധി ഏഞ്ചൽസിൻ്റെ പേരുകളുണ്ട്. അനവധി ദൗത്യങ്ങൾ, ആത്മാക്കളെ നേടുന്ന സുവിശേഷം പ്രസംഗിക്കുന്നത്, അങ്ങനെ തുടങ്ങി പ്രൊട്ടക്ട് ചെയ്യുന്ന ഗാർഡിയൻ ഏഞ്ചൽസ്. ഹല്ലേലൂയ, നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്ന, നിങ്ങൾ അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കുന്ന ഗാർഡിയൻ ഏഞ്ചൽസ്. ഒരുപാട് 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 ലെവലുള്ള ഏഞ്ചൽസുകളുണ്ട്. പക്ഷേ ഇന്ന് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ആരാണോ ആഗ്രഹിക്കുന്നത് അത് നിന്റെ ജീവിതത്തിനകത്ത്. നീ വീട്ടിനകത്ത് ചെല്ലുമ്പോൾ, ചില ഭവനങ്ങളിൽ ആരാധന വീട്ടിൽ ചെല്ലുമ്പോൾ പാമ്പിനെയൊക്കെ വെട്ടിയിട്ടേക്കിരിക്കുന്ന കാണാൻ പറ്റും. മന്ത്രവാദങ്ങൾ കരിഞ്ഞു കിടക്കുന്നത് കാണാൻ സാധിക്കും. അത് ഈ ഏഞ്ചൽസിന്റെ ശുശ്രൂഷകളാണ് നിന്നെ മരണത്തിൽ നിന്ന് വിടുവിക്കുന്നത്. നീ പോലും അറിയാതെ നിന്റെ അക്കൗണ്ടിൽ പണം വരുന്ന മിറക്കൽ മണികൾ കൊണ്ടുവരുന്ന ദൂതന്മാർ, നീ പോലും അറിയാതെ നിന്റെ രോഗങ്ങളെ സൗഖ്യമാക്കുന്ന ദൂതന്മാർ, നിന്റെ മുമ്പിലുള്ള അടഞ്ഞ വഴികളെ തുറക്കുന്ന ദൂതന്മാർ, നിന്നെ അപകടങ്ങളിൽ നിന്ന് വിടുവിക്കുന്ന, മരണത്തിൽ നിന്ന് വിടുവിക്കുന്ന ദൂതന്മാർ. ഹല്ലേലൂയ, ഇന്ന് പകൽ അതിനെ ഞാൻ ആക്ടിവേറ്റ് ചെയ്യുകയാണ്. അതിനെ റിലീസ് ചെയ്യുന്നു, അൺലോക്ക് ചെയ്യുകയാണ്. ദൈവസഭയ്ക്കകത്ത് 7 ഏഞ്ചൽസിനെ റിലീസ് ചെയ്യുന്നു. പ്രധാനപ്പെട്ട 7 ഏഞ്ചൽസിനെ ഇന്ന് പകൽ ഞാൻ ഇതിനകത്ത് റിലീസ് ചെയ്യുന്നു. വ്യക്തികളുടെ ജീവിതങ്ങളിൽ ഉണ്ടായി വരട്ടെ. പ്രത്യേകമായ ചില എൻകൗണ്ടറുകൾ ഈ മാസം നിങ്ങൾക്കുണ്ടാകും. ഈ ഫെബ്രുവരി മാസം സ്പെഷ്യൽ ആയിട്ടുള്ള ചില എൻകൗണ്ടറുകൾ ഉണ്ടാകും. ഹല്ലേലൂയ, ഈ മാസം എൻകൗണ്ടറുകളുടെ മാസമാണ്. ഇത് ഇൻക്രീസ് ആകുന്ന മാസമാണ്. ഇത് വർദ്ധിക്കുന്ന മാസമാണ്. ഇത് ശുശ്രൂഷ ചേഞ്ച് ആകുന്ന മാസമാണ്. ഇത് മിനിസ്ട്രി ചേഞ്ച് ആകുന്ന മാസമാണ്. ഇത് ഇന്റർനാഷണൽ ഡോറുകൾ ഓപ്പൺ ആകുന്ന മാസമാണ്. ഇത് രാജ്യങ്ങളുടെ വാതിൽ ഓപ്പൺ ആകുന്ന മാസമാണ്. ഇത് ഫൈനാൻസ് ഓപ്പൺ ആകുന്ന മാസമാണ്. ഇത് മിനിസ്ട്രി ഓപ്പൺ ആകുന്ന മാസമാണ്. ഇത് ശത്രുക്കളെ ദൈവത്തിന്റെ ദൂതന്മാരെ ഇറങ്ങി തൊടുന്ന മാസമാണ്. യെസ് യെസ് യെസ്, ഇത് അസാധാരണമായ എൻകൗണ്ടറുകൾ, അസാധാരണമായ പല ചേഞ്ചുകൾ നിന്റെ ലൈഫിലോട്ട് കൊണ്ടുവരുന്ന, നിന്റെ വെളിപ്പാടുകളെ മാറ്റുന്ന, നിന്റെ രോഗങ്ങളെ മാറ്റുന്ന, നിന്റെ ജീവിതത്തിന് മുന്നോട്ടുള്ള വരുമാന മാർഗങ്ങളെ പുറത്തു കൊണ്ടുവരുന്ന, നിനക്ക് ജോലി ഉണ്ടായി വരുന്ന, നിന്റെ പൊസിഷൻ ചേഞ്ച് ആകുന്ന, നിന്നെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു മന്താണ് ഫെബ്രുവരി. ഈ മാസം ആത്മാ പറയുന്നു ചില ഏഞ്ചലിക്കൽ മിനിസ്ട്രികൾ ഇപ്പോൾ ഏഞ്ചൽസ് ഇറങ്ങുകയാണ്. വർഷിപ്പ് ഏഞ്ചൽസ്, പ്രൊഫറ്റിക്കൽ ഏഞ്ചൽസ്, ഹീലിംഗ് ഏഞ്ചൽസ്, ഡെലിവറൻസിന്റെ ഏഞ്ചൽസ്, ഫൈനാൻസിന്റെ ഏഞ്ചൽസ്. ഹല്ലേലൂയ. Yes, receive the fire, receive the deliverance,
Receive the healing. റാഫേൽ ഇറങ്ങട്ടെ. Angel of Raphael. രോഗസൗഖ്യങ്ങൾ, ഹീലിംഗുകൾ, മിറക്കിൾസുകൾ ഇപ്പോൾ തന്നെ സംഭവിക്കുന്നു. തുടർന്നു 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 തുടർന്നു. ശക്തമായി കരകളെ അടിച്ച് ഉയരെ 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 ഞാൻ പറക്കും. ഉയരെ ഞാൻ പറക്കും. നിന്നെക്കൊണ്ട് സാധിക്കാത്തത് നിന്നെ സഹായിപ്പാൻ ഏഞ്ചൽസ് ഇറങ്ങുന്നു. യെസ് 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 യെസ്. നിന്റെ തേജസ്സിനെ വിളിച്ചതാൻ ഓ ദൈവം ഭാരി ഓ ദൈവത്തിന്റെ തേജസ്സിനെ വിളിച്ചതാൻ ഓ ഉയരെ 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 ഞാൻ പറക്കും. ഉയരെ ഉയരെ ഗ്ലോറി ഗ്ലോറി. തേജസ്സിനെ വിളിച്ചതാൽ ഗ്ലോറി ഗ്ലോറി. തേജസ്സിനെ വിളിച്ചതാൽ ഉയരെ ഉയരെ ഞാൻ പറക്കും. ഉയരെ 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 ഞാൻ പറക്കും. ഉയരെ 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 ഞാൻ പറക്കും. യെസ് 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 യെസ്. എന്നെ വിളിച്ചതാൽ ഓ ദൈവത്തിന്റെ തേജസ് എന്നെ വിളിച്ചതാൽ യേശുവിന്റെ നാമത്തിൽ സ്പിരിച്വൽ വേൾഡ് ഓപ്പൺ ആകട്ടെ. സ്പിരിച്വൽ വേൾഡ് ഓപ്പൺ ആകട്ടെ. നിനക്ക് വേണ്ടി ദൈവം അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന ഏഞ്ചൽസിനെ കാണാൻ, ഏഞ്ചൽസിനെ പേര് മനസ്സിലാക്കാൻ, ആത്മീക ലോകത്ത് നിനക്കിട്ടിരിക്കുന്ന പേര് മനസ്സിലാക്കാൻ ഇന്ന് നിന്റെ ഹൃദയത്തിന്റെ ദൃഷ്ടി തുറക്കട്ടെ. ഓപ്പൺ ആകട്ടെ. കണ്ണുകൾ ഓപ്പൺ ആകട്ടെ. കണ്ണുകൾ ഓപ്പൺ ആകട്ടെ. ഫിസിക്കൽ എൻകൗണ്ടറുകൾ സംഭവിക്കട്ടെ. നിനക്കായി ദൈവം അപ്പോയിന്റ് ചെയ്ത ഏഞ്ചൽസ് ഇപ്പോൾ നിന്റെ അടുക്കൽ ഇറങ്ങട്ടെ. നിനക്കായി ദൈവം അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന ഏഞ്ചൽസ് ഈ നിമിഷം നിന്റെ ശരീരത്തെ തിരിച്ചറിയുന്ന നിലവാരങ്ങളിൽ ചില ഏഞ്ചലിക്കൽ എൻകൗണ്ടറുകൾ, സ്പർശനങ്ങൾ ഇപ്പോൾ സംഭവിക്കട്ടെ. യെസ് യെസ്. ചിലരെ ദൈവത്തിന്റെ ദൂതന്മാർ തൊടുകയാ. ചിലരെ ഇന്ന് പകൽ ദൈവത്തിന്റെ ദൂതന്മാർ തൊടുന്നു. സെഖിയേൽ നിന്നെ തൊടുന്നു. ഫൈനാൻസ് ഏഞ്ചൽസ്, റാഫേൽ, ഹീലിംഗ് ഏഞ്ചൽസ്, ഡെലിവറൻസ് ഏഞ്ചൽസ്, പ്രൊഫറ്റിക്കൽ ഏഞ്ചൽസ്, യേശുവിന്റെ നാമത്തിൽ ഗബ്രിയേൽ, മിഖായേൽ ഇപ്പോൾ റിലീസ് റിലീസ്.